പതിറ്റാണ്ടുകളോളം നീണ്ട സമരജീവിതങ്ങളുടെയും അതിതീക്ഷ്ണമായ ആദർശ പ്രബോധനത്തിന്റെയും ഫലമായി രൂപം കൊണ്ട കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിന്മുറക്കാരിൽ നിന്ന് അതേ നവോത്ഥാനത്തിന്റെ സഞ്ചാരവേഗത്തെ തടസ്സപ്പെടുത്തുന്ന കറുത്ത കാഴ്ചകളെ ഇതിൽ വിരിക്കുന്ന അന്വേഷണമാണിത്. നൂറുകണക്കിന് പണ്ഡിതന്മാരുടെയും പതിനായിരക്കണക്കിന് പാവം പ്രവർത്തകരുടെയും വിയർപ്പിന്റെ മണം മാറും മുമ്പ് അതേ പോരാട്ടങ്ങളുടെ വിളക്കണയ്ക്കുന്നവരെ ഇവിടെ തുറന്നു കാണിക്കുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ അഴുക്കുചാലിൽ നിന്ന് കരകയറ്റുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ വിജയാഹ്വാനം കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഇരുൾമുറ്റിയ കാലത്തുനിന്ന് തൗഹീദിന്റെ തെളിർ വെളിച്ചത്തിലേക്ക് സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തിയ മഹാപണ്ഡിതരുടെ പരലോക വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തൗഹീദിലൂന്നിയതും മനുഷ്യനന്മയിലൂടെ മുന്നേറിയതുമായ നയനിലപാടുകളോടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ 1-ാം തീയതി തൊട്ട് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. വിശുദ്ധ പ്രമാണങ്ങളുടെ കരുത്തിൽ ത്യാഗോജ്വലമായ നവോത്ഥാന മുന്നേറ്റത്തിലൂടെ സാത്വികരായ ഇസ്ലാഹി പണ്ഡിതരും നേതാക്കളും പ്രവർത്തകരും കേരളത്തിന്റെ സാമൂഹ്യ മേഖലയിൽ ഈ നന്മ കൃത്യമായി അടയാളപ്പെടുത്തി. മലയാളികളെ, വിശിഷ്യ കേരള മുസ്ലിങ്ങളെ മത, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ ഉത്ബുദ്ധതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് ആ നവോത്ഥാന മുന്നേറ്റമായിരുന്നു. സമ്മേളനങ്ങളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹ്യ സേവന ജീവകാരുണ്യ സംരംഭങ്ങളുമെല്ലാം ഈ മുന്നേറ്റത്തിൽ നാഴികക്കല്ലുകളായി. പ്രവാചകാധ്യാപനങ്ങളുടെ പ്രബോധനവുമായി, നന്മയുടെ കാവലാളുകളായി, നേർപഥത്തിന്റെ മാർഗദർശികളായി, മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി, ദിശാബോധത്തിന്റെ പ്രചാരകരായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും സ്വീകാര്യതയും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. സത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്താനുള്ള പിശാചിന്റെ ശ്രമങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ വേദനാജനകമായ അനുരണനങ്ങളുണ്ടാക്കിയത് അതിനിടെയാണ്. ആദർശവിരുദ്ധതയുടെ ആ കൊടുങ്കാറ്റിൽ ഏറെ നഷ്ടങ്ങളുണ്ടായി. ഇല്ലാത്ത ആദർശ വ്യതിയാനത്തിന്റെ വ്യാജാരോപണങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ അംഗീകാരത്തിന് പോലും ഉലച്ചിൽ സംഭവിച്ചു. അറിഞ്ഞും അറിയാതെയും പലരും ഈ പൈശാചിക തന്ത്രങ്ങളുടെ കൊടിവാഹകരായി. തോളോട് തോൾ ചേർന്ന് പ്രബോധന സംസ്കരണ പോരാട്ടത്തിൽ മുന്നേറിയിരുന്ന പണ്ഡിതരും പ്രവർത്തകരും തെറ്റിദ്ധരിക്കപ്പെട്ടു. പരസ്പരം അകന്നു, ചേരിതിരിഞ്ഞു. ആദർശം നെഞ്ചേറ്റിയ ഹൃദയങ്ങൾ തേങ്ങി. പ്രസ്ഥാനത്തെ സ്നേഹിച്ച പുറത്തുള്ളവർ പോലും അവരുടെ വേദന മറച്ചുവെച്ചില്ല. പക്ഷെ അപ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശവും പൈതൃകവും പാരമ്പര്യവും ഉഴുതുമറിക്കാൻ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയ കേന്ദ്രങ്ങൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, നീലക്കുറിഞ്ഞു പോക്കുന്ന കാലം, ഒരു വ്യാഴവട്ടക്കാലം. മുജാഹിദ് പ്രസ്ഥാനം അനിവാര്യമായ അനുഗ്രഹീതമായ ഒരു പിളർപ്പ് നേരിട്ടപ്പോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതൊരു ദുരന്തമല്ല, അതൊരു സന്തോഷമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വസന്തമായിരുന്നു മടമൂരികളുമായുള്ള നമ്മുടെ പിളർച്ച. അതിൽ സന്തോഷിക്കേണ്ടവനാണ് ഓരോ ഈമാനുള്ളവനും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ അനിവാര്യമായ പിളർപ്പ്, ചില ആളുകൾ പറയും ഖേദകരമായത്. ഒരു ഖേദവും ഞങ്ങൾക്കില്ല, ഒരു ഖേദമല്ല. ഞങ്ങൾ മനസ്സിലായിക്കോളി, ഖേദകരെന്ന് പറയേണ്ട ഒരു ഖേദമല്ല. അൽഹംദുലില്ലാ എന്നാ പറഞ്ഞത്. ഇപ്പൊ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക, അതൊക്കെ പോയല്ലോ തിന്ന്. അൽഹംദുലില്ലാ. പലരും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശത്തേക്കാൾ വലുത് ആസ്തിയും ആൾക്കൂട്ടവും ആധിപത്യവുമാണെന്ന് ഖജനാവിന്റെയും സിംഹാസനത്തിന്റെയും സുഖലോലുപതയിൽ എപ്പോഴോ തെറ്റിദ്ധരിച്ച നേതാക്കൾ ഈ കാപാലികർക്ക് കുടപിടിച്ചു കൊടുത്തു. കള്ളക്കേസുകളും വ്യാജ പ്രചരണങ്ങളും കള്ളസാക്ഷ്യവും ആദർശ പരിപാടികളും പള്ളി നിർമ്മാണങ്ങളും വരെ മുടക്കലുമൊക്കെയായി അവരും അരങ്ങത്തും അണിയറയിലും തകർത്താടി. തൗഹീദി ആദർശത്തിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിനും ജീവിതം സമർപ്പിച്ച പണ്ഡിതരുടെയും പ്രവർത്തകരുടെയും ആദർശം ചോദ്യം ചെയ്ത് അവരെ പിഴച്ചവരായി മുദ്രകുത്തി സ്വയം ഇല്ലാത്ത ആദർശ മഹിമയുടെ പോരിശ വലിയ വായിൽ അവകാശപ്പെട്ട് ആദർശത്തോടും സംസ്കാരത്തോടും പുറംതിരിഞ്ഞു നിന്നവർ പിന്നീട് എത്തിപ്പെട്ടത് അതിദയനീയമായ അധപതനത്തിലേക്കായിരുന്നു. അന്യായമായി അന്യന് നേരെ ആദർശ വ്യതിയാനവും അധർമ്മവും ആരോപിച്ചാൽ അവ ആരോപണത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം യാഥാർത്ഥ്യമാവുന്നതാണ് നവ യാഥാസ്ഥിതിക പാളയത്തിലെ വർത്തമാന കാഴ്ച. ആദർശപരമായും സംഘടനാപരമായും അവർ നിന്ദ്യതയുടെ അഗാധതയിലേക്ക് കൂപ്പുകുത്തുകയാണ്. വികല വിശ്വാസങ്ങളും ആചാര വൈകൃതങ്ങളും തൊഴുത്തിൽ കുത്തും ഒക്കെയായി ഒരു പതിറ്റാണ്ട് പൂർത്തിയാവുമ്പോൾ സ്വയം എത്തിച്ചേർന്ന ദുരവസ്ഥ AP വിഭാഗം നേതാക്കളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചുപോക്ക് ആരംഭിച്ചിരിക്കുന്നു. പഴയത് കുറെ കൂടി അംഗീകരിക്കാമായിരുന്നു, കാരണം അവർക്ക് വേറെ തെളിവുകളില്ലായിരുന്നു.
അവർ പറഞ്ഞിരുന്നത് വജദിന അബാനക നൽകിയ അങ്ങനെയായിരുന്നു ആ ഖുറാഫാത്ത് എല്ലാം ചെയ്തിരുന്നത്. എല്ലാ ഖുറാഫാത്തും ഈ ഇത്തരം പിശാചിനുള്ള ആ നിലക്കുള്ള എല്ലാ കഴിവും പിശാചിനെ അർപ്പിച്ചുകൊണ്ട് സേവിക്കുന്നതോട് വരെയുള്ള ഒരവസ്ഥയിലേക്കുള്ള സമൂഹത്തിന്റെ പോക്ക് വിവരക്കേട് നിന്നായിരുന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ വിവരക്കേടുകൾക്കും ജാഹിലിയത്തിനും മുഴുവൻ ഖുർആനും സുന്നത്തും തെളിവ് നൽകി അവർക്ക് ന്യായീകരണം കൊടുത്ത് കൂടുതൽ ശക്തിയോടുകൂടെ യാഥാസ്ഥികത്വം ജാഹിലിയത്ത് തിരിച്ചു വരുന്നൊരവസ്ഥ വളരെ അപകടകരമായി വേദനയോടുകൂടെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ പെരുപ്പിച്ച് പറയല്ല. AP പറഞ്ഞിട്ടുണ്ട്, ചങ്ങരംകുളത്തായിരുന്ന സമയത്ത് മുഴുവൻ ഈ ചൈതാങ്കൂക്കായിരുന്നു കേട്ടിരുന്നത്. 10 മിനിറ്റ് വന്നപ്പോൾ ആ കേൾക്കാനേ ഇല്ല. 2 പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു നാടൻ ഉദാഹരണം. എൻ്റെ അവസ്ഥ, എൻ്റെ ഉമ്മക്ക് കൂക്കുടിച്ചാണ്. ഇപ്പൊ ഒരു കൂക്കൂടി ആ പ്രദേശത്ത് കേൾക്കുന്നില്ല. അത് അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഈ ആ രംഗത്ത് പിശാചിനെ പരാജയപ്പെടുത്തിയ സമൂഹമാണ് മുവഹിദുകൾ. പിശാചിനെ പരാജയപ്പെടുത്താൻ അതല്ലാതെ വേറെ നിങ്ങൾ എന്ത് മാർഗം സ്വീകരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിൽ തവക്കുലാക്കാനാണ് പറഞ്ഞത്, അള്ളാഹുവിനോട് സഹായം തേടാനാണ് പറഞ്ഞത്. ആ ദിക്റും ആ ദുആയും ഖുർആനും എല്ലാം അത് തന്നെയാണ്. TP അബ്ദുൽ കോയ മദനിക്ക് പിന്നാലെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിക്കും ഏറെ പറയാനുണ്ട്. അദ്ദേഹം പങ്കുവച്ച വേദനകൾ AP വിഭാഗം പണ്ഡിതൻ KC നിഅമത്തുള്ള ഫാറൂഖിയിലൂടെ നമുക്ക് കേൾക്കാം. AP അബ്ദുൽ ഖാദർ മൗലവി പണ്ട് പറയാറുണ്ട്, ശരാശരിയിൽ കുറഞ്ഞ ഒറ്റൊന്നും മുജാഹിദുകൾ കൊടുത്തിലുണ്ടാവില്ല എന്ന്. ശരാശരിക്ക് മേലെയാണ്. അദ്ദേഹം ഒരു 2 മാസം 3 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞമ്മത്തേ ഒന്ന് വാ ഒന്ന് കാണ്ടിനി അല്ല പോലത്ത് വെറുതെ വിളിച്ചതാണ് ഇങ്ങനെ പറയും. അപ്പോൾ നമുക്ക് ഇടങ്ങറാകുമ്പോൾ ഒന്ന് പോയി നോക്കും. അപ്പോൾ എന്നോട് അദ്ദേഹം പറയാം, ഞമ്മത്തുള്ളേ ഞാൻ ഈ ചെങ്കരംകുളത്തുകാരനായ ഒരു ഖുറാഫിയായിരുന്നു. എൻ്റെ അസൽ നാട് ചെങ്കരംകുളത്ത് എനിക്കറിയോ. ഞാൻ കൊടിയ ഖുറാഫിയായിരുന്നു. അന്ന് രാത്രിയാണ് കടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു കൂക്ക് അയലൊക്കത്ത് നിന്ന് അത് കേട്ട എൻ്റെ വല്യാത്ത കൂക്കും. അപ്പം എൻ്റെ അമ്മ കൂക്കും. പിന്നെ ആകെ ഒരു കൂക്കാ ഷെയ്ത്താൻ കൂക്കുന്ന അതിന് പണ്ട് പറയല്. വയസ്സായ ആൾക്കാർക്കൊക്കെ പറയും. ആ അവസാനം മാവൂർ ഗോളിയോറാൻസിൽ സൈറ നിൽക്കണവർ ഇങ്ങനെ നിൽക്കലാണ്. അപ്പം അത് അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 60 കൊല്ലത്തെ നമ്മുടെ കഠിനാധ്വാനം അല്പകാലം കൊണ്ട് ഈ കുട്ടികളെ നശിപ്പിച്ചല്ലോ നിയമത്തുള്ളേ. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ തൗഹീദി പ്രബോധന രംഗത്ത് പ്രവർത്തിച്ച വയോവൃദ്ധനായ ഒരു പണ്ഡിതൻ്റെ മനസ്സിൻ്റെ തേങ്ങലാണത് ഞാൻ ആക്കട്ടത്. ഇനിയിപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യമുണ്ടോ? ഇല്ലല്ലോ, വേദനിക്കുക എന്നല്ലാതെ. അതെ, 60 കൊല്ലത്തെ കഠിനാധ്വാനത്തെ തുരങ്കം വെച്ച് ആദർശ അട്ടിമറി നടത്തിയവർക്കായിരുന്നു തങ്ങൾ ഇതുവരെ കാവലിരുന്നതെന്ന് തിരിച്ചറിയുകയാണ് AP. പക്ഷേ പ്രതിരോധിക്കാനുള്ള ആരോഗ്യമില്ലെന്ന നിസ്സംഗതയിൽ വേദനിച്ചിരിക്കലല്ല ബുദ്ധി എന്ന് ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും പിന്നാലെ ട്രഷററായിരുന്ന പാലത്ത് അബ്ദുറഹ്മാൻ മദനിയുടെ വാക്കുകൾ ഇങ്ങനെ: 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മുടെ എതിരാളികൾ സംഘടിപ്പിച്ചൊരു പരിപാടി, ഒരു നാടക രൂപത്തിൽ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ നമ്മെ ഏറ്റവും വഷളാക്കി കളിയാക്കി അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടി ഞാൻ ശ്രദ്ധിച്ചു. അന്ന് നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ ചില സുഹൃത്തുക്കൾ, സഹോദരന്മാർ, കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, പങ്കിട്ടത്, പിറ്റേന്ന് ദിവസത്തെ പത്രം നോക്കിയപ്പോൾ അല്പം ഒരു വിജയത്തോടെ ആ പത്രത്തിൽ എഴുതി. പക്ഷെ അതിൽ ആ നാടകമായി അഭിനയിച്ചതും ഈ വിധത്തിൽ ഒരു നേട്ടം അവർക്ക് കൈവരിച്ചു കൊടുത്തതും നമ്മുടെ ആളുകളാണല്ലോ എന്ന് പറഞ്ഞ ഇതേ വിഷയമാണ് അവരുടെ നാടകത്തിലുണ്ടായിരുന്നത്. ആണല്ലോ എന്ന് ആ ഒരു കുടുംബം പറഞ്ഞ് അതിലൊരു സഹോദരി പൊട്ടിക്കരഞ്ഞൊരു സന്ദർഭം ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. അപ്പൊ ഇതെന്തിനാണെന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനന്നൊക്കെ മനസ്സിലാക്കിയിരുന്നത് അതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അവർ നടത്തുന്നല്ല. പക്ഷെ സംഗതി അറിഞ്ഞു നോക്കുമ്പോൾ വളരെ അതിനേക്കാളും എത്രയോ അപ്പുറമാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ എനിക്കൊക്കെ വളരെ ഒരു പുതുമ ഇങ്ങനെ പല ആളുകൾക്കും ഇല്ല. ഈ രംഗത്തെ കടന്നു വന്ന ശേഷം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ വിധത്തിൽ ഇത് പറയേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ ഇടയിൽ നമ്മൾ തന്നെ ഈ നിലക്ക് വളരെ മോശമായ യാഥാസ്ഥികരെ പോലും അവര് പോലും അമ്പരന്ന് പോകുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയി നമ്മളിപ്പോൾ രംഗത്ത് വന്നു. അല്ല, നമ്മുടെ ഈ ചെറിയ രൂപത്തിലാണെങ്കിലും ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. വേദന തിന്നുകൊണ്ട് പണ്ഡിത സഭയുടെ അമരക്കാരൻ M. മുഹമ്മദ് മദനിയും ഇത് തുറന്നു പറയുന്നു. കുട്ടികളെ കയ്യിൽ ഇത് കിട്ടിയപ്പോ ഒരു
ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല, ഇതിനെ പറ്റിയും ചെറുത്താനെ പറ്റിയൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രബോധന വിഷയത്തിൽ അവര് മുൻഗണനാ ക്രമം ഇതിന് നൽകാൻ തുടങ്ങി. അതുകൊണ്ടാണ് സർക്കുലർ ഇങ്ങനെ ആക്കേണ്ടി വന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ജമിയത്തുലുലമയും കേരളവും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് അവർക്ക് പറയാൻ കാര്യമല്ല, അത് അവർ ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് പറയാൻ ഒരാൾക്കും അവകാശമില്ല എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അനുസരിക്കുകയും ചർച്ചയ്ക്ക് വരേണ്ടെന്ന് വന്ന സ്ഥാനത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെ അതിനിടയിൽ നടുക്ക് പിന്നെ ഇടടുപ്പത്തിൽ പാല് ഉണ്ടാകില്ല. അത് ഈ ഐക്യം തകർത്തത്, ഈ തൗഹീദിന് പ്രയാസം ഉണ്ടാക്കും, നമ്മുടെ വിലയേറിയ സമയവും അധ്വാനവും നഷ്ടപ്പെടുത്തും. അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പകരം നമ്മളിൽ അനൈക്യവും ചിത്രതയും ഉണ്ടാക്കും. നമ്മൾ തമ്മിലും ഉണ്ടാതാവും, നമ്മൾ ജമാഅത്തിന് വരാതാവും, നമ്മൾ യോഗങ്ങൾ പങ്കെടുക്കാതാവും. ആ സ്ഥിതിവിശേഷം വരാതിരിക്കാൻ മുജാഹിദുകളായ നമുക്ക് സാധിക്കണം എന്ന കാര്യം വളരെ വിനയപൂർവ്വം വേദന തിന്നുന്ന ഹൃദയത്തോടെ ഞാൻ എന്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എമ്മിന് മാത്രമല്ല, ഹൃദയം നൊന്ത് വേദനിക്കുന്ന അവസ്ഥയിലാണ് AP വിഭാഗം സീനിയർ സെക്രട്ടറിയും പണ്ഡിത സഭ ട്രഷററുമായ PK അഹമ്മദ് അലി മദനി. ഇപ്പം അതേ സാഹചര്യത്തിലേക്ക് നമ്മുടെ സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ തന്നെ ഉള്ള ചില പ്രഭാഷണങ്ങളുടെയോ ലേഖനങ്ങളുടെയോ സംസാരത്തിലൂടെയോ എത്തിക്കുന്നതായി ഒരു ഭയാനകമായ ഒരു അവസ്ഥാവിശേഷം കാണുമ്പോൾ ഹൃദയം നൊന്ത് വേദനിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പടച്ചവനെ, ഞങ്ങളെ വലാലത്തേക്ക് എത്തിക്കല്ല, ഞങ്ങൾ ഏതൊരു ഹിദായത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നോ അതേ ഹിദായത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ സമുദായത്തെയും എത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിമാരിൽ പ്രധാനിയും സംഘടനയുടെ ബുദ്ധികേന്ദ്രവുമായ അബ്ദുറഹ്മാൻ സലഫിക്കും പറയാനുണ്ട് ചില നഗ്ന സത്യങ്ങൾ. അറിവിന്റെ പക്വതയുടെ വിനയത്തിന്റെ ഒരു കൂട്ടായ്മയാവണം സലഫി പ്രസ്ഥാനം. അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ പ്രബോധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അഭിപ്രായങ്ങളും ചിന്തകളും സ്വകാര്യമായ ചില കൂട്ടായ്മകളും പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടായതും ജിന്നിനെപ്പറ്റി സർക്കുലറുകൾ ഇറക്കേണ്ടി വന്നതുമൊക്കെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് തീരെ പരാമർശിക്കാതിരിക്കുന്നതും ശരിയല്ലെന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ട് ആ രോഗം സുഖപ്പെടാൻ ജിന്നിനെ അടിച്ചിറക്കി ഖുർആൻ ഓതിയും മറ്റ് ദിക്റുകൾ ചൊല്ലിയും ശരീരത്തിൽ നൂൽ ബന്ധിച്ചും അതേപോലെ തന്നെ അടിച്ചും പ്രഹരിച്ചും ജിന്നിനെ അടിച്ചിറക്കി ചികിത്സിക്കണം എന്നുള്ള ഒരു വീക്ഷണം ചില ആളുകളിൽ ഉടലെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചിലർ അത്തരം ചികിത്സകൾക്ക് ഇരിക്കുകയും ചിലർ അത്തരം ചികിത്സകളിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും ആ സമ്പ്രദായം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ശരിയായ ചർച്ചകൾ ഉടലെടുത്തു എന്നുള്ളതാണ്. മറ്റൊരു പ്രമുഖ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ ഭാഷയിൽ AP വിഭാഗം സംഘടന നടുക്കടലിൽ കുടുങ്ങി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. ഇന്ന് ഒരു അവസ്ഥ, കുറച്ചു പ്രയാസങ്ങൾ നമ്മളെ സുഹൃത്തുക്കളാണ്, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടത്തിൽ അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ആ ആളുകളും അതൊന്നും ഏറ്റുപിടിക്കുന്ന, ഇതൊന്നും ഇല്ലാത്തവനും ബുക്കുമായിട്ടും നോട്ടീസുമായിട്ടും ഒരു വിവരമില്ലാത്തവനും ഒക്കെ നടന്നിട്ട് ഒരു വസത്ത് എന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇത് രണ്ട് എക്സ്ട്രീമുകളായി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ദൈവത്തിന് ചില്ലറ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കും. കുറച്ചു കാലമായിട്ട് ഈ സത്യം പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ഒരു നല്ലൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കണം അങ്ങനെ ചെയ്യാൻ പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ അത് അവിടെ മറ്റുണ്ട്, അതാണ് തീരുമാനിച്ചിട്ട് ഇനി അവിടുത്തെ ദൈവത്തിൽ ഇത് തീരുമാനിച്ചിട്ട് ഇനിയിപ്പോ അവിടെ മണ്ഡലം പ്രസംഗങ്ങൾ നടത്താൻ നമ്മൾ ഓരോ മണ്ഡലത്തിലും ഓരോ പട്ടണങ്ങളിലും ഒരു 2-4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഗത്ഭമായ പ്രസംഗങ്ങൾ വേണമെന്നൊക്കെ നമ്മൾ കൊടുക്കുകയും വിഷയമൊക്കെ കൊടുക്കുകയും അതിന്റെ ആശയങ്ങൾ പോലും ഉണ്ടാക്കി ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ കട്ടെ, ഇത് തീരുമാനിച്ചിട്ട് മതി എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട ദൈവത്തിന് അതാണ് വേഷം. വേറെ ഒന്നും ഇവിടെ ഇല്ലെങ്കിലും വേണ്ടില്ല. നമ്മുടെ സംഘടന തന്നെ ഒരു 10 കൊല്ലത്തിന് ഈ KNMO, ISMO, MSMO, MGMO മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ തൗഹീദി പ്രവർത്തനം നേരത്തെ മൗലവി സൂചിപ്പിച്ചതുപോലെ ഇവിടെ നടക്കണം. അതിനുള്ളൊരു സഹായകമായ ഒരു ബസ്സോ ഒരു കപ്പലോ ആണ് ഇത് സംഘടന എന്ന് പറയുന്നത്. ഈ കപ്പൽ ഇങ്ങനെ നന്നാക്കി ഉണ്ടാക്കി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോടി പിടിപ്പിച്ച് പെയിന്റ് പിടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് കടലിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂടി ഇത് കടന്ന് അതിന് കേടുവന്ന് അത് കടലിൽ ഇറങ്ങി അത് നന്നാക്കി
അക്കരക്ക് എത്തണില്ല. നമ്മളെല്ലാവരും കൂടി ഈ കപ്പലിൽ കടലിൽ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അത്യാവശ്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വൈക്കുന്ന ബസ് കേടുന്നിട്ട് ബസ് തല്ലിപ്പൊളിക്കുന്ന ഒരവസ്ഥ. പ്രധാന ഭാരവാഹികൾ തന്നെ ഈ ദുരവസ്ഥ പങ്കുവെക്കുമ്പോൾ ആദർശ വിശദീകരണത്തിന്റെ ഔദ്യോഗിക നാവായി അവതരിക്കപ്പെടുന്ന ഹനീഫ കായക്കൊടി അല്പം കൂടി വിശദമാക്കുകയാണ്. 2002 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശധാരയിൽ നിന്ന് വേർപെട്ടതിനു ശേഷം സുബൈർ മങ്കടയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും ഹിഫ്സുർ റഹ്മാന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും AP വിഭാഗത്തിൽ നിന്നും അടർന്നുപോയി. ശേഷിക്കുന്ന കഷ്ണത്തിന്റെ ദുരവസ്ഥയാണ് കായക്കൊടി വിശദീകരിക്കുന്നത്. സംഘടനയുടെ ഔദ്യോഗിക വിഭാഗത്തിന് പുറമെ ജക്കരിയ സുലാഹി നേതൃത്വം നൽകുന്ന തീവ്രവാദ ഗ്രൂപ്പും അബ്ദുറഹ്മാൻ ഇരിവേറ്റിയും KKP അബ്ദുള്ളയും നേതൃത്വം നൽകുന്ന ഗ്രൂപ്പും അടക്കം AP വിഭാഗം ഇന്ന് 3 ഗ്രൂപ്പായി ചേരിതിരിഞ്ഞതിലേക്ക് വ്യക്തമായി സൂചന നൽകുകയാണ് ഹനീഫ. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്നാണ് കുറച്ച് കൊച്ചുമൗലവിമാർ രംഗത്ത് വന്നത് എന്നാണ്. ആരാണ് ഈ കൊച്ചുമൗലവിമാർ? ഈ തീരുമാനമെടുത്ത ജമിയത്തുൽ ഉലമയുടെ അംഗങ്ങളാണോ? ഈ തീരുമാനം കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ എത്തിച്ച AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, PP അബ്ദുൽ ഖാദർ മദനിയെ പോലെ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണോ? അവരെയൊക്കെ കൊച്ചാക്കി ഈ പുസ്തകം എഴുതിയ ഒരു KKP അബ്ദുള്ള എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ISN സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തക സമിതി അംഗങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ആദർശ വ്യതിയാനം സംഭവിച്ചപ്പോ ഈ സമൂഹം, ഇസ്ലാഹി ആദർശം നെഞ്ചേറ്റുന്ന സമൂഹം പെരടിക്ക് പിടിച്ച് ഈ സംഘടനക്ക് പുറത്തേക്കിട്ടതാണ് സെക്രട്ടറി പദവി, അതല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം എന്ന പദവി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. ഈ എഴുതിയാളെ പറ്റി പറയുകയാണ്, യുവ പണ്ഡിതനും എഴുത്തുകാരനും ISN സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അല്ല, ഇത്തരം ആളുകളുടെ തീരുമാനമല്ല മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം. ഈ ആളുകൾ ഒരു ഗൂഢസംഘം ഇതേപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അബദ്ധമായ വിശ്വാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി ഈ വിഷയവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് 2 തരത്തിലുള്ള ശ്രമങ്ങളും ഈ സമൂഹത്തെ നശിപ്പിക്കാനുള്ളതാണ്. നേരത്തെ വിശദീകരിച്ച രൂപത്തിൽ അതിരുകവിഞ്ഞുകൊണ്ട് പ്രമാണങ്ങളില്ലാത്തത് പറയുന്നത്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രമാണങ്ങളിലുള്ളത് നിഷേധിക്കുന്ന പ്രവണത, രണ്ടിനെയും ഒരുപോലെ നോക്കിക്കണ്ടുകൊണ്ട് കരുതിയിരിക്കാൻ മുജാഹിദ് പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തു, അതിന്റെ നാൾവഴികൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ ജമിയത്തുൽ ഉലമ എടുക്കുകയും കേരള നിസബത്തുൽ മുജാഹിദീൻ അതിന്റെ ചാനലിലൂടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പല ഭാഗങ്ങളിലും പരിപാടികൾ നടത്തി ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തെ എതിർക്കുന്നു. വേറെ ചില ആളുകൾ നേരത്തെ കണ്ടതുപോലെയുള്ള കടലാസുകളുമായി ചുറ്റി നടന്ന് ഈ പറഞ്ഞ രൂപത്തിൽ ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തെ എതിർക്കാൻ ശ്രമിക്കുന്നു. വേറെ ചില ആളുകൾ ഇതേപോലെയുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അന്ന് നീല പുസ്തകമാണ് പുറത്തിറങ്ങിയതെങ്കിൽ ഇന്ന് പിശാച് മഞ്ഞ പുസ്തകത്തിന്റെ രൂപത്തിൽ ഈ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ അതിന് അവതാരിക എഴുതാൻ, ചില ആളുകൾ പുസ്തകം പുറത്തിറക്കാൻ, ചില ആളുകൾ. ഓടിയിടത്തോളം റിവേഴ്സ് ഗിയറിലാണ് ഇപ്പോൾ AP വിഭാഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റൊരു ഔദ്യോഗിക പ്രഭാഷകനായ നിഅമത്തുള്ള ഫാറൂഖി തന്നെ തുറന്നു പറയുന്നു. ഓരോരുത്തോളം റിവേഴ്സ് ഗിയറിൽ ഓട്ടണം എന്നുള്ള കോലത്തിൽ നടക്കുന്ന പഠിച്ചു മറിയാന്ന് പറഞ്ഞില്ലേ. ജാതി അടങ്ങേർന്ന് ഒന്ന് മനുഷ്യന്മാർക്ക് മോചനം നേടാൻ നമ്മളെ വാപ്പാര് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഇപ്പൊ 2ാമ കൊടുക്ക് പനിച്ചാൽ പാരസെറ്റാമോളാ കൊടുക്കേണ്ടത് എന്ന് ആദ്യമായി തിരിച്ചറിവ് നമുക്കുണ്ടായത്. ഉണ്ടാക്കിയ നമ്മളാ. ഇപ്പൊ പനിച്ചാൽ അത് ചിലപ്പോൾ പാത്തും ഇങ്ങോട്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ സുലൈക്ക് ഇങ്ങോട്ട് ചെയ്തതായിരിക്കും, മറിഞ്ഞടിച്ചതായിരിക്കും. ഇതൊക്കെ ഹുറാഫികൾ ഏർപ്പാട് ചെയ്ത് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റുക. അത് അവൾ ഇങ്ങോട്ട് ചെയ്തതാണ്, മറ്റോൾ ഇങ്ങോട്ട് ചെയ്തതാണ്. ഇങ്ങനെ കുടുംബത്തിൽ എന്നും ഇങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണ കുറച്ച് യാഥാസ്ഥികരായ പുരോഹിത വർഗം പൈസ ഉണ്ടാക്കി പാവങ്ങളെ പറ്റിച്ച് തമ്മിൽ തെറ്റിക്കുക, ഭാര്യയും ഭർത്താവിനെയും ഏട്ടനെയും അനുജനെയൊക്കെ തെറ്റിക്കുക. ആ അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടുപോവുക. എല്ലാം പറഞ്ഞു പേടിപ്പിച്ചാണ്ടായി. മനസ്സിലായി. ജനങ്ങൾക്ക് തൗഹീദും ശിർക്കും മനസ്സിലാക്കി കൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മൾ മനുഷ്യന്മാരെ 2ാമത് പേടി കൊണ്ടുക. ആ നേരത്തെ അങ്ങോട്ട് ഇറങ്ങരുത്, ഈ നേരത്തെ ഇതിലങ്ങോട്ട് നോക്കരുത്, അതും പാടില്ല. കുട്ടികളെ അങ്ങോട്ടാക്കല്ലേ. കുട്ടിക്കൊരു ജാതി കണ്ണിനൊരു മറച്ചില്, അത് കയറി അത് അടിച്ചിറക്കാൻ വെക്ക്. എന്താപ്പത് പഴയ അവസ്ഥ? നമ്മളൊക്കെ വാപ്പാര് പഴയ അവസ്ഥ പറഞ്ഞു തന്നിരുന്നു, അതിലേക്ക് വീണ്ടും പോവുക. ഞങ്ങളവിടെയൊക്കെ ശൈത്താൻ കൂക്കുണ്ടായിന്, ജിന്ന് കാറില്ല. അപ്പൊ എന്റെ വാപ്പൊക്കെ പറയും കരണ്ട് വന്നാരാ ശൈത്താൻ പോയടാന്ന്.
ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ജിന്നാട്ടോ. ഇബ്ലീസ് ആരാ? കാനമിനൽ ജിന്നീന്നാ. ഇബ്ലീസ് ജിന്ന. ഈ ആധുനിക കാലത്ത് മനുഷ്യനെട്ടി ഇടങ്ങാറ, കുട്ടികൾക്ക് വരെ പേടിയാകുക എല്ലാത്തിനും. എനിക്കിപ്പോൾ എല്ലാത്തിനും പേടിയാണ്. നിന്നോടൊരാൾ പറഞ്ഞതാ, എനിക്ക് എല്ലാത്തിനും പേടിയാണ്. ഇപ്പം മാനസികമായിട്ട് ഉള്ള വലിയൊരു പീഡനം. ആ UKG-യിലൊക്കെ പഠിക്കണ കുട്ടീൻ്റെ മേത്തുനിന്ന് ശൈത്താൻ ഇറക്കുക. എന്നിട്ട് ആ കുട്ടിക്ക് ആൾക്കാരെ കാണാനെ പേടി, ഇങ്ങനെ പോവുക മൂലയ്ക്ക്. ഇസ്ലാമിൻ്റെ ഒരു സംഗതിൻ്റെ അപ്പുറം ഇപ്പുറം വായിക്കാൻ കഴിയുന്ന ആൾക്കാരല്ലാത്തവർ പെട്ടെന്ന് കുടുങ്ങും. കേസറ്റ് കേട്ടുകൊണ്ട് പഠിച്ച ആൾക്കാർ, ഒരു തങ്ങളെ മുരീതായിട്ട് മാത്രം പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കുടുങ്ങി. കേവലം നിസ്സാരമോ ശാഖാപരമോ ആയ അഭിപ്രായ വ്യത്യാസമല്ല ഇന്ന് നവയാഥാസ്ഥിതിക പാളയത്തിലെ പൊട്ടിത്തെറികൾക്ക് കാരണം. മുൻപ് സംഘടനയിൽ പിളർപ്പുണ്ടാക്കാൻ മുജാഹിദുകളിൽ ഇഖ്വാനിസമാണ് ആരോപിച്ചതെങ്കിൽ ഇന്ന് അതേ ആരോപകർ അടിസ്ഥാന ആദർശം പോലും അട്ടിമറിച്ചിരിക്കുകയാണ്. ഇക്കാര്യം തുറന്നു സമ്മതിക്കാൻ ഇന്ന് നേതാക്കൾക്ക് യാതൊരു മടിയുമില്ല. വേറെ എന്തു നമുക്ക് ക്ഷമിക്കാൻ തയ്യാറാണ്. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവസാനിപ്പിക്കണം നമ്മളിവിടെ. ഇവിടെ ആ കാര്യം ഒരു രോഗമെന്നുള്ള, കാരണം പിശാച് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സന്ദർഭവും അവൻ ഓർത്തു നിൽക്കുകയാണ്. ശാഖാപരമായ മതപരമാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം അതുപോലെ നമ്മളുണ്ടാവും, അത് വിഷയമല്ല. വിശ്വാസപരമായ യഥാർത്ഥ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിഴുതറിയ അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കുന്ന സ്വഭാവത്തിലൊക്കെ നമ്മൾ എത്തിച്ചേരാന്ന് ഭയങ്കര സങ്കടമുള്ള കാര്യമില്ല, വലിയ സങ്കടമുള്ള കാര്യം. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന മുഴുവൻ അള്ളാഹിനോടാവണം, തേട്ടം മുഴുവൻ അള്ളാഹിനോടാവണം. വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല, തേടാൻ പാടില്ല. ഈ ഒരു ആദർശം ഖുർആൻ കൊണ്ട് കിട്ടുമെങ്കിൽ ഖുർആന്റെ ആൾക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞു നടത്തുന്നതിന് വല്ല അർത്ഥമുണ്ടോ? നമ്മൾ അതിനു വേണ്ടി പഴപൊരുന്ന ആൾക്കാരല്ലേ? അങ്ങനെയല്ലത്. അതുകൊണ്ട് ഇപ്പോ അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കാൻ പറ്റുമോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ, വിജനമായ കത്തുകളിൽ പോകുന്ന ഏതെങ്കിലും ജിന്നുകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് മുസ്ലിമുകളായ മുഅ്മിനീങ്ങളായ ആൾക്കാർ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതം. മുജാഹിദീങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് കേൾക്കുമ്പോൾ മഹാ അത്ഭുതം. ലോകത്ത് 7ാമത്തെ അത്ഭുതം 8ാമത്തെ അത്ഭുതമായിട്ട് കാണണം. ആ ഒരു സ്വഭാവം നാട്ടിലുണ്ടായിട്ടുണ്ട്, അത് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു കത്തിൽ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. മലക്കിനോടും ജിന്നുകളോടും സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ബാക്കി ഒരുപാട് അദ്ദേഹത്തിന്റെ പരിഭവങ്ങളും അദ്ദേഹം ഇതിൽ നേരിടാൻ പോകുന്ന അവസ്ഥയുമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളും ഈ കേരളത്തിലെ ജനങ്ങളും മറ്റുള്ളവരും ഒക്കെ ഇതിനെ മനസ്സിലാക്കിയത്. ഇപ്പൊ സുന്നികളൊക്കെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ശക്തമായി എതിർത്ത് പോകുന്നതുമാണ്. പക്ഷെ അവരാരും തന്നെ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാമെന്ന് പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവർ നമ്മളെ കവച്ചു വെക്കുമല്ലോ എന്നവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വിധത്തിൽ വളരെ വലിയ അത്യുദാത്തമായ ഒരു ആദർശത്തിന്റെ വക്താക്കൾ എന്ന നിലക്ക് അങ്ങനെ ജീവിച്ച് പ്രവർത്തിച്ച് പോരുന്ന നമ്മുടെ ഇടയിൽ ഈ വിധത്തിൽ ഈ ആദർശത്തിന് തുരങ്കം വെക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വത്തിന് പരിക്കേൽക്കുന്ന വിധത്തിലാണല്ലോ ഇവിടെ പലതും ഇവിടെ നടന്നുകൊണ്ട്. നിങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ അത് കേട്ടു, ഞാൻ അങ്ങോട്ട് കടന്നു പോവുകയല്ല. അപ്പോ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക എത്ര പറഞ്ഞു, ഇന്നിപ്പോ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അള്ളാഹു അല്ലാത്തവർക്ക് അത് ജിന്നുകള് മലക്കുകള് അഭൗതികമായ രൂപത്തിൽ തന്നെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള കഴിവ് ഒരു ശക്തിക്ക് ഒരു വ്യക്തിക്ക് ഒരു ജാരത്തിന് ഒരു ബിംബത്തിന് ഉണ്ട് എന്നുള്ള നിലക്ക് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കും കുഫ്റുമാണ്. എന്നാൽ ജിന്നും മലക്കും അഭൗതിക ജീവികളല്ല, നമ്മുടെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവരോട് തേടാ. നോക്കി നിങ്ങള് വിട്ടുകൊടുക്കാതെ ഒപ്പം കൂടി ഒരുപാട് തെരുവുകളിൽ ഞാൻ ഫോണിലൂടെ കേട്ട് ഒരുപാട് തെരുവുകൾ ആൾക്കാർ തെറ്റിദ്ധരിച്ച ആൾക്കാരാ. അവർക്ക് നമ്മളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാരണം അവർ അന്ധമായിട്ട് ഒരു ആളെ വിശ്വസിച്ച ആൾക്കാരാണ്. എത്ര ഫോണുകൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പൊറപ്പിക്കാനുള്ള ഒരു വഴിയായിരിക്കും റബ്ബ് തന്നത്, അല്ല അങ്ങനെ സമാധാനിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ആദർശത്തിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല, യഥാർത്ഥ ആദർശം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ കൊല്ലാനുള്ള ദേഷ്യം. എവിടേക്കാ കാത്തിക്കണ്? ഇനി എവിടേക്കാ കാത്തിക്കണ്? നമ്മുടെ കയ്യിൽ പൂർവികന്മാരെ ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ പിൻഗാമികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു പോട്ടെ നമുക്ക്, അല്ലെങ്കിൽ പഠിച്ചോ നമ്മളെ വെറുതെ ഓരോ സഹോദരങ്ങളെ ഈ ആദർശത്തിന്റെ ഉപ്പും ചോറും നിന്ന് തടിച്ചു കൊടുത്ത്
ആലിമായതിനു ശേഷം ഇതിനെ നെഞ്ചത്ത് കത്തിക്കൊണ്ട് കുത്തിക്കീറാൻ ആരും നമ്മൾ സമ്മതിക്കൂല. വേറെ ഒന്നും നമുക്ക് പറയാനല്ല, ഒരു വെറുപ്പും ആരോടും ഇല്ലതാണ് സഹോദരങ്ങളെ. തൗഹീദിലെ ഈ വ്യതിയാനം പ്രസ്ഥാനത്തെ തെല്ലൊന്നുമല്ല കുടുക്കിയത്. യാഥാസ്ഥിതിക പാളയത്തിലെ കൊലകൊമ്പന്മാരായ മുസ്ലിയാക്കളെയെല്ലാം പ്രമാണങ്ങളുടെ കരുത്തിൽ മലർത്തിയടിച്ച പൂർവ്വകാല മഹത്തുക്കളുടെ പിന്മുറ അവകാശപ്പെടുന്ന നവയാഥാസ്ഥിതികർക്ക് പിന്നീട് യാഥാസ്ഥിതികരുമായുള്ള സംവാദങ്ങൾ പോലും പേടിസ്വപ്നങ്ങളായി. കൊച്ചു കൊച്ചു മുസ്ലിയാരുട്ടുകൾക്ക് മുമ്പിൽ പോലും ഉത്തരം നൽകാനാവാതെ പതറുന്നത് നവയാഥാസ്ഥിതിക പണ്ഡിതർക്ക് നിത്യാനുഭവമായി മാറി. അഹമ്മദ് അലി മദനി ആ വേദന പങ്കുവെക്കുന്നു. വളരെ മോശമായ നിലയിലേക്ക്, വിശ്വാസത്തിൽ വളരെ തെറ്റായ രീതിയിലേക്കൊക്കെ പോവാണ്. വലിയ അത്ഭുതം തോന്നും. നമ്മുടെ ഈ പൂനൂർ വാദപ്രതിവാദത്തിലൊക്കെ നമ്മുടെ എടവണ്ണ അലിമോലി അവറുകൾ മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിപ്രകാരം അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നതിന് വല്ല ദൃഷ്ടാന്തങ്ങളുമുണ്ടോ, ആയത്തുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം 1950-കളിലാണ്. 60 വർഷം കഴിഞ്ഞു. ഇപ്പം അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കണമെങ്കിൽ എതിർകക്ഷികൾ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന മറുചോദ്യം. ആ നിലയിലേക്ക് ഇവർ തെറ്റിദ്ധരിക്കുകയോ നമ്മൾ അറിയാതെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് വല്ല വാചകങ്ങളും വരികയോ ചെയ്തിട്ടുണ്ടോ എന്ന് ബലമായി സംശയിക്കാവുന്ന സ്വഭാവത്തിലാണ്. മണിക്കൂറുകളാണ് ഈ ഒരു പോയിന്റിൽ ചർച്ച നടക്കുന്നത്. സുന്നികൾ ഒരിക്കലും വിടുന്നില്ല. ജിന്നിനോട് സഹായം തേടിയ ശിർക്കാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ബദരീങ്ങളോട് സഹായം തേടിയ ശിർക്കാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അഹമ്മദ് അലി മദനിയെ ഈ വെളിപ്പെടുത്തലിന് പ്രേരിപ്പിച്ച ചില സംവാദ ദൃശ്യങ്ങൾ കാണുക. കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഇവരുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടനായകനായിരുന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം. ജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും. എപ്പോഴാണ് അദ്ദേഹം പറയുന്നു, നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നു. 6ാമത്തെ വളവിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി. ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, വലതുവശത്ത് അത്യഘാതമായ ഗർത്തം. അവന്റെ മുഴുവൻ ശക്തിയും തന്ത്രവും തളർന്നു പോകുന്നു. അവൻ പഠിച്ച 18 അടവും നിഷ്ഫലമായി തീരുന്നു. ഇനി മനുഷ്യാതീത ശക്തിക്ക് മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൻ ഉറപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് പരമമായ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന ഇബാദത്തിന്റെ നിർവചനം പരിപൂർണമായി മനുഷ്യനിൽ പ്രകടമാകുന്നത്. മനുഷ്യ കഴിവ് എന്നത് കൃത്യമായി അങ്ങ് വിവേചിച്ചു തോന്നുന്നു. എപ്പോഴാണ് മനുഷ്യ കഴിവിന് അതീതമായത്? ചില ആൾക്കാർ ഇപ്പോൾ മനുഷ്യ കഴിവും സൃഷ്ടിയുടെ കഴിവും ഒന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ചില പ്രയോഗത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത്? താമരശ്ശേരി ചുരത്തിലെ 6ാമത്തെ വളവിൽ നിന്ന് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ? ആ സമയത്താണത്രേ മനുഷ്യാതീതമായ ശക്തികളിലേക്ക് ആവശ്യമായി വരുന്നത്, പരമമായ വണക്കത്തിന് സന്ദർഭമുണ്ടാകുന്നത്. അങ്ങനെ ഒരു മുജാഹിദ് സുഹൃത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഹനീഫ മൗലവി തന്നെ ആയാലും പ്രശ്നമില്ല. അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് എന്തുണ്ടായത്? പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത്. ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ്, എന്ത് ശരിയാ, മനുഷ്യാതീത സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പുതിയ നിർവചനം അതാണല്ലോ. അതുകൊണ്ട് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നുകളൊക്കെ പെടും. ഇവിടെ വലിയ ചുരമാണ്, ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ. പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട്. എന്ത്? ജിന്നുകൾക്ക് പിശാചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം. ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല, ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ
നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, ഇനി കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം തേടുമ്പോ, റിഫായി ശൈഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തെ തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങളിപ്പോ അങ്ങനെ സംവാദങ്ങളൊക്കെ പങ്കെടുത്ത് ഞങ്ങളെ ഭാഗത്തിലേക്ക് നിങ്ങൾ വന്നു. ഇനി ഞങ്ങൾ നിങ്ങളായിട്ട് വാദപ്രതിവാദം ആ വിഷയത്തിൽ നടത്തണ്ട. ഇനി കുറച്ചുകൂടി ഇറങ്ങി വരാനേ ഉള്ളൂ. ഞങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നു, നിങ്ങൾ ജിന്നിനോട് തേടുന്നു. ജിന്നിനെയും കാണുന്നില്ല, മുഹിയുദ്ദീൻ ശൈഖിനെയും കാണുന്നില്ല. ഇത് ശിർക്കല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ജിന്നിനോട് തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് റെഡിയാണ്. പക്ഷേ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പറഞ്ഞാൽ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് ഇനി ഇല്ലാതെയാകും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ വിഷയം വളരെ വ്യക്തമാണ്. പഴയകാല മുജാഹിദുകളുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുടുക്കിൽ നിങ്ങൾ പെടുമായിരുന്നില്ല. കാരണം എന്താ? പഴയകാല മുജാഹിദ് ഓക്കെയാണ്. കാരണം അവർ പറഞ്ഞു അഭൗതികമായ ഒരു സഹായം പാടില്ല, അള്ളാഹിനോട് മാത്രം. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ അവർ ഒരു സഹായം മാത്രമേ പറ്റൂ, അള്ളാഹിനെ മാത്രം വിളിക്കുക, ബാക്കിയുള്ളതൊക്കെ ശിർക്ക് എന്നാ പണ്ട് വാദിച്ചത്. അതേ വാദത്തിൽ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ ഞങ്ങളോട് ഇത് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നതിന്റെ പ്രമാണം പറയും. പക്ഷേ നിങ്ങൾ ഇറങ്ങി വന്നു. ഇപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ പുറമെ ജിന്നിനെയും വിളിക്കാം, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ലെങ്കിൽ നിഷേധിക്കുക. അത് നിങ്ങൾ പറഞ്ഞു അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഴയകാല മുജാഹിദുകളുടെ വാദത്തിൽ നിൽക്കാൻ അധികാരമില്ല. മുജാഹിദിന്റെ വാദം മുജാഹിദ് തന്നെ തകർത്തിരിക്കുന്നു. അതാണ് ഈ വാദപ്രതിവാദത്തിന്റെ വിജയം. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന്, നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെന്ന്, നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക. അത് തെളിയിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങളെ വാദവും ഞങ്ങൾ തെളിയിക്കും. എന്ന് പ്രസംഗിച്ചല്ലേ നിങ്ങൾ നടക്കാറുള്ളത്? തീർച്ചയായും അത് നിങ്ങളുടെ വാദമാണോ? തീർച്ചയായും ഞങ്ങൾ പറഞ്ഞതല്ലേ, ഒഴിഞ്ഞുമാറ്റമാണത്. എന്തെങ്കിലും പറയാൻ വേണ്ടി നിങ്ങൾ ഇതിന് സഹായാർത്ഥമാക്കല്ലോ. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് സഹായം തേടൽ അത് ശിർക്കാന്നല്ല നിങ്ങളുടെ വാദം. അതേപോലെ എഴുതി ജിന്നുകളോട് സഹായം തേടൽ. എന്താ ഒരു പേടി? അതാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്കും അറിയാം ജിന്നുകളോട് സഹായം തേടാമെന്ന് തന്നെയാണ്, ശിർക്കല്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്. കൃത്യമാണ്. അതുകൊണ്ട് ഇത് ഇപ്പോ മലക്കിനോട് ജിന്നിനോട് സഹായം തേടൽ, സഹായാർത്ഥന നടത്തൽ, അതാണ് വിഷയം. നിങ്ങൾ വിഷയം മാറ്റിയിട്ട് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പൊ മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ. ഞങ്ങൾ കൃത്യമായി പറയുന്നു, മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, അതുപോലെ പള്ളിപ്പടി ഉപ്പാപ്പ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായം തേട്ടം. ഏതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്നിങ്ങനെ സഹായം തേടും. രണ്ടും ശിർക്കാണ് എന്ന് എഴുതാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ എഴുതിങ്ങള് വെല്ലുവിളിയാണത് എന്ന് നിങ്ങൾ അവിടെ പ്രാർത്ഥനയുമായി കളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിൽ നടക്കൂലത്. ഉമർ മൗലവിയുടെ വാദം ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങളുടെ ഉമർ മൗലവിയുടെ വാദം, കുഞ്ഞീദ് മദനിയുടെ വാദം, ഈ വാദം നിങ്ങൾ എഴുതാൻ തയ്യാറുണ്ടോ? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, അത് നടക്കുള്ളൂ. ഉമർ മൗലവിയുടെ വാദം എന്താ? ഉമർ മൗലവിയുടെ വാദം ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്. അത് പ്രാർത്ഥന അല്ല. ഉമർ മൗലവി എഴുതിയ വാദം എഴുതാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കണത്. നിങ്ങൾ എന്ത് ഉമർ മൗലവിന്റെ അനുയായികളാ? വ്യക്തമായി എഴുതിങ്ങൾ. എവിടെ മൗലവി വ്യത്യാസം? ഞങ്ങൾ പള്ളിപ്പടി ഉപ്പാപ്പനെ, നിങ്ങൾ പള്ളിപ്പടിയിലുള്ള ജിന്നിനെ. ചോദിക്കട്ടെ, വ്യത്യാസം എവിടെ? അത് ശിർക്കല്ല. ഞങ്ങൾ പറഞ്ഞു ശിർക്കല്ല. നമ്മളൊക്കെ ഒന്നായിരപ്പോ ഇനി എന്തിനാ ഞങ്ങൾ ബേജാറാകുന്നത്? അപ്പൊ വിഷയം കൃത്യമാണ്. നിങ്ങൾ മറുപടി പറയില്ല. ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടാൻ സാധ്യല്ല എന്ന് എനിക്ക് ഉറപ്പാണ് മൗലവി. കഴിയൂല നിങ്ങൾക്ക്. ആലുവയിലും മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ നവയാഥാസ്ഥിതികർ നാണം കിട്ടും. AP വിഭാഗം സുന്നികൾ മാത്രമല്ല, EK വിഭാഗം സുന്നികളും നവയാഥാസ്ഥിതികരുടെ ആദർശ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെ സ്വാഗതം ചെയ്തു. യഥാർത്ഥത്തിൽ തത്വത്തിൽ മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സൃഷ്ടികൾക്ക് കഴിയുമെന്ന തീരുമാനം അംഗീകരിച്ചതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദിൽ സുന്നത്ത് ജമാഅത്തുമായി ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ അകൽച്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തത്വത്തിൽ തൗഹീദിന്റെ വീക്ഷണത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗിക വിഭാഗം ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ അവർ പറയുന്നത് സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കാം, പക്ഷേ സൃഷ്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം. രണ്ടാമതായി അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത് എന്നാണ്.
മഹാത്മാക്കളുടെ കാര്യത്തിൽ സുന്നി വിഭാഗം ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം, അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. ഈ രണ്ടുപാധികൾ അംഗീകരിച്ചാൽ സൃഷ്ടികളോട് മറഞ്ഞ വഴിക്ക് ചോദിക്കാമെന്ന് അംഗീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് തത്വത്തിൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് ഇനി മടിച്ചു നിൽക്കേണ്ടതില്ല. ഇതിനർത്ഥം തൗഹീദിന്റെ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തുമായി രാജിയായി കഴിഞ്ഞു എന്നതിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇത്തരുണത്തിൽ കേരളത്തിൽ ഉടലെടുത്ത മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതകൾക്ക് പരിഹാരമാകാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന് മാത്രമേ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചിരുന്നുവെന്നും, എന്നാൽ ആ വിശ്വാസം ദീർഘകാലത്തെ വിശ്വാസം തെറ്റായിരുന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമല്ല തന്റെ ചില സൃഷ്ടികൾക്കും സാധിക്കുമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ അനുഭവത്തിലൂടെ കാണാൻ സാധിക്കും. തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിക്കുന്നതോടുകൂടി അടിസ്ഥാനപരമായ വലിയ ഒരു ഭിന്നതയ്ക്ക് പരിഹാരമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുന്നി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ ഈയിടെ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മുജാഹിദ് സംഘടനകൾ സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് സുന്നി സംഘടനകളിൽ ലയിക്കാം എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. ആരാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത്? പിളർപ്പിന്റെ ആഘോഷത്തിനിടെ സക്കരിയ സുലാഹി നടത്തിയ തൗഹീദി ആദർശത്തിന്റെ ആദ്യ അട്ടിമറി പ്രഖ്യാപനം കേൾക്കൂ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവുന്നു. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുകയും നാളിതുവരെയായി മുജാഹിദുകൾ പ്രബോധനം നടത്തുകയും ചെയ്ത അടിസ്ഥാന ആദർശത്തിന്റെ ഈ പൊളിച്ചെഴുത്തിന് മുസ്ലിയാക്കൾ ഒന്നടങ്കം പിന്തുണ നൽകി. എന്താ സെക്രട്ടറി പറഞ്ഞത്? ഞാൻ കുറെ കാലങ്ങൾ പറഞ്ഞു നടന്നിരുന്നു, ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹ് കൊടുത്തരട്ടെ, അതൊക്കെ നമുക്ക് ആദ്യം പറയാം. പക്ഷെ മരിച്ചു പോയാലോ? ഇത് പഠിച്ച് എത്ര ആൾ മരണപ്പെട്ടു പോയി? ഇക്കാലം വരെ അലൈസല്ലാഹു ബിഗാഫിൽ അബ്ദാ, അടിമകൾക്ക് അല്ലാഹു പോരെ. എന്തിനാണ് എന്തിനാണ് മന്ത്രങ്ങള്, എന്തിനാണ് മുത്തുനബി എന്നിവരെ ചോദിച്ച മുജാഹിദാണ് പറയുന്നത്, ഒരു ജിന്നിന്റെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ വാദങ്ങളുടെ ഇറക്കുമതിയുടെ ഭാഗമായി ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങളിൽ നിന്ന് പഠിപ്പിച്ച ആശയങ്ങൾ ഒന്നൊന്നായി പിഴുതുമാറ്റി. ജിന്നുകളെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പ്രകൃതി യോജിച്ചാണ്. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. പക്ഷെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. ഗൈബിയായ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ്. ഒരു കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ട് യോജിപ്പിക്കാൻ കഴിയാത്തതിനാണ് ഗൈബ് എന്ന് പറയാ. ജിന്നുകൾ നമ്മളെ ഉപദ്രവിക്കുന്നത് അതിന് കാര്യകാരണ ബന്ധമുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കാൻ ഇസ്ലാമിന്റെ ഒരു യഥാർത്ഥ ആശയം സക്കരിയായുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. കാര്യകാരണ ബന്ധത്തിനകത്തുള്ള കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ആ ഗ്ലാസ് നിങ്ങൾ എടുക്കൂ, ഈ പുസ്തകം അങ്ങോട്ട് വെക്കൂ, ഒരു ചായ പോയി കൊണ്ടുവരൂ, ഇതൊക്കെ ചോദിക്കാമെന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമേ ഇല്ല. ഇതുപോലെയാണോ മരിച്ചുപോയ മുഹ്യിദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത്, മമ്മടത്തടങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്നത്? ഒരിക്കലും ഇതുപോലെയല്ല. ജിന്നിനോടും മലക്കിനോടും സഹായം തേടുക എന്ന ശിർക്കിനെ അനുവദനീയമാക്കാൻ ഇവർ നടത്തുന്ന ശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സക്കരിയ ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. സൃഷ്ടികൾക്ക് ആർക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിനെ അഭൗതിക കഴിവുന്നവരുള്ളൂ. അപ്പൊ ജിന്നുകൾ നമ്മളെ അഭൗതികമായി സഹായിക്കുന്നില്ലേ എന്ന് പറയാൻ പാടില്ല. അത് അഭൗതികമല്ല, അത് കാര്യകാരണ ബന്ധത്തിനകത്തുള്ളതാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതാണ്. ജിന്നുകളെ കഴിവ് നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറത്താണെങ്കിലും അത് അഭൗതികമല്ല. സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽപ്പെട്ടൊരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ സഹായിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. കണ്ടോ? അപ്പൊ അഭൗതികമായ നിലക്ക് അള്ളാഹിനെ മാത്രമേ പേടിക്കാവൂ, അള്ളാഹിന്റെ മാത്രം സഹായം പ്രതീക്ഷിക്കാവൂ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാനോ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നുകൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ലെന്ന് പറയുകയും കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായത്തേട്ടം ആവാമെന്നും പറയുമ്പോൾ അതിലടങ്ങിയ സൂചനയും പ്രേരണയും ഏവർക്കും മനസ്സിലാവുമല്ലോ. സക്കരിയ അതൊന്നുകൂടി വ്യക്തമാക്കട്ടെ. പഴയൊരു പ്രസംഗം ഇങ്ങനെ: ഇയാൾ ചോദിക്കാണ്, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാം, മനുഷ്യ കൈവിൽപ്പെട്ട സഹായിക്കാം, ഭൗതിക കാര്യങ്ങൾ സഹായിക്കുന്നതൊക്കെ ആരുണ്ടാക്കിയതാ? ആരും ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്.
മനുഷ്യ കൈവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം സഹായം തേടാന്ന്. അബൂജഹലിന് പോലും തർക്കമുണ്ടായിട്ടില്ല. നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ച് സഹായം തേടരുത്, ഇസ്മായിൽ നബിയെ വിളിച്ച് സഹായം തേടരുത് എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ചോദിച്ചോ, അല്ല മുഹമ്മദേ, നീ നിന്റെ കൂട്ടുകാരൻ അബൂബക്കറിനോട് സഹായം തേടാറില്ലേ? നീ നിന്റെ കൂട്ടുകാരൻ ഉമർ ഫാറൂഖിനോട് പല കാര്യത്തിലും സഹായം തേടാറില്ലേ? അത് തെറ്റല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ തെറ്റാവുകയെന്ന് ആരും അബൂജഹലോ ഉത്തുബത്തോ ശൈബത്തോ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ദുർന്യായം ഇവരുണ്ടാക്കിയതാ സുഹൃത്തുക്കളെ. ഇനി ഇതൊന്ന് കേൾക്കൂ. വിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ടാകും. ദൂരത്തെ സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അപ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ പെട്ടെന്ന് എത്തിച്ചു തരാൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഒരാൾക്ക് ജിന്നിനോട് സഹായം തേടാം. ഇസ്ലാഹി പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ജനങ്ങളെ പഠിപ്പിച്ചു പോന്ന മറ്റൊരു പ്രധാന ആശയവും ഇവിടെ സക്കരിയ തകർക്കുന്നു. ആരാധിച്ചാൽ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ലെന്ന് വരുമ്പോൾ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന പാഠം അട്ടിമറിക്കപ്പെടുന്നു. ഒരു മുഖാമുഖത്തിൽ ഇയാൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു. ദുആ മാത്രമല്ല ഇബാദത്ത്. ദുആ ഉള്ള വേറെ ഒരു കാര്യത്തിൽ ഇബാദത്താണ്. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് ഇതൊക്കെ ഇബാദത്താണ്. ദുആ മാത്രമല്ല ഇബാദത്ത്. അതിലൊക്കെ ദുആ ഉണ്ടായിരിക്കാം എന്നല്ലാതെ അത് ദുആ മാത്രമല്ല. അതേതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ്, എല്ലാ ആരാധനയും പ്രാർത്ഥനയല്ല. അതാണ് അതിലുള്ള വ്യത്യാസം. പ്രാർത്ഥിച്ച ആൾക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ പ്രാർത്ഥിച്ച ആൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പ്രാർത്ഥിക്കപ്പെട്ട മഹാന് ചിലപ്പോൾ സാധിച്ചേക്കാം. സക്കറിയയോട് ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് ഈ വിഷയത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച ഉത്തരം കൂടി കേൾക്കുക. ഇവിടെ ഒരു മുഖാമുഖം നടന്നതിൽ വെച്ച് സക്കരിയ സലാഹി പറഞ്ഞു, എല്ലാ ആരാധനകളും പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു. എല്ലാ ആരാധനകളും പ്രാർത്ഥനയല്ല, എന്നാൽ എല്ലാ പ്രാർത്ഥനകളും ആരാധനകളാണ്. ഓനാ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണ്ടേ എന്താണെന്ന്. അതെ, അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ചോദ്യം ചോദിച്ചു. ശരി, എല്ലാ പ്രാർത്ഥനയും ആരാധനയാണെന്ന് പറഞ്ഞല്ലോ. അതെ, അത് നന്നായി. പക്ഷെ എല്ലാ അള്ളാഹുവിനോട് മാത്രം. പിന്നെ പ്രാർത്ഥന അല്ലാത്ത വിഭാഗത്ത് എന്തെങ്കിലും ഓരോന്ന് അന്വേഷിച്ചാൽ ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോ എന്തെങ്കിലും പോയിന്റ് കണ്ടെത്തിണ്ടാവും. നമ്മളൊരു വാദപ്രതിവാദത്തിന്റെ വിഷയമൊന്നും അല്ല പതി. അതെ അതെ അതെ, അതൊരു കണ്ടെത്തല് പോലെയാണ്. അന്ന് ബന്ധപ്പെട്ട് അന്വേഷിച്ചു നോക്കി. പിന്നെ ആ പ്രാർത്ഥന അല്ലാത്ത ആരാധനകളുണ്ടോ, ഏതെങ്കിലും മതത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും പ്രാർത്ഥന അല്ലാത്ത ആരാധനകളാണെന്ന് പറഞ്ഞു. ശരിയല്ല, അതുപോലൊരു നിഗമനത്തിന്റെ പ്രശ്നമാണ്. നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഒക്കെ ഈ പ്രാർത്ഥനാ മനസ്സിലുണ്ട്. അതെ അതെ, അതിപ്പോ എന്താ, നമ്മളിപ്പോ സക്കാത്ത് കൊടുക്കാൻ ആർക്കെങ്കിലും പൈസ കൊടുത്തോണ്ട് മാത്രം സക്കാത്താവൂല, അതാവത്തില്ല. അതെ, അത് അതില് ഒരു അന്തർലീനമായ പ്രാർത്ഥന സക്കാത്തിൽ വരെയുണ്ട്. അതെ അതെ, നോമ്പിലുണ്ട്, സക്കാത്തിലുണ്ട്. അപ്പോ നേർക്ക് നേരെ അള്ളാഹുമ്മ നോക്കിയിട്ടുള്ള ഒരു ഏർപ്പാടല്ല. അതെ അതെ അതെ, എന്നുകൊണ്ടാണ് കാര്യത്തിലാവുണ്ടല്ലോ. ശരിയാ ശരിയാ. പിന്നെ അതൊരു ശരിയായ ഒരു വ്യക്തിപരമായ ഒരു നിഗമനം മാത്രം. അത് ശരി. അസ്സലാമു അലൈക്കും. തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള ഈ ശ്രമങ്ങൾക്കൊടുവിൽ സക്കറിയ അത് തുറന്നു പറഞ്ഞു. വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. വിജനമായ സ്ഥലത്തും ജിന്നിനോടും മലക്കിനോടും തന്നെ അബൗദികത ഇല്ലെങ്കിൽ ശിർക്കല്ലെങ്കിൽ തേടുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഒരാൾ തേടിയാൽ ഇങ്ങനെ എപ്പോഴും തേടാന്നെന്തേ പറഞ്ഞ ആ ഒരു പ്രശ്നത്തിൽ യാ ഇബാദല്ലാ അഈനൂനി എന്ന ആ വാക്ക് പറയാൻ മാത്രമാണ്, അല്ലാതെ എന്തും ചോദിക്കാതെ എപ്പോഴും പറയാന്നല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കല്ല ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇമാം അഹ്മദ് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ വഴിതെറ്റി. 5 ഹജ്ജിന് പോയിട്ട് അദ്ദേഹം അതിലൊരിക്കൽ വഴിതെറ്റി. അപ്പൊ അദ്ദേഹം യാ ഇബാദല്ലാ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു. ഇമാം അഹ്മദ് മുശ്രിക്കായോ? എന്തായി പറയണത്? ഇമാം നബവി ഇത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, എന്റെ ഉസ്താദുമാർ പലരും അത് ചെയ്തിട്ടുണ്ട്, അവർ മുശ്രിക്കാവോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ അത് സഹീഹാണെന്ന് വിചാരിച്ചാൽ പോലും ശിർക്കില്ല അതിൽ.
അപ്പൊ ഒരു ഹദീസ് വഈഫാണെന്നും മനസ്സിലാകാത്ത ഒരാൾ സഹിയാണെന്ന് വിചാരിച്ച് അമൽ ചെയ്താലും തർക്കത്തിലുള്ള ഇസ്തിഗാസ ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അതിൽ അമൽ ചെയ്തത്. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് സഹിയായ പരമ്പരയോടെ വന്ന സംഭവം അത്. അപ്പൊ അതൊക്കെ നമ്മൾ ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. മലക്കും ജിന്നും ഒക്കെ ഇവിടെ ഉള്ള വസ്തുക്കളെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ പറയൽ ഇസ്ലാമിലുണ്ടോ? നബി അങ്ങനെ മലക്കുകളെ അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ച് പിന്നെ നബിയോ സഹാബികളോ ആരെങ്കിലും സഹായം തേടിയണോ മരുഭൂമിന്ന്? ഇല്ല, അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ല. അത് ജിന്നില് അങ്ങനത്തെ ഒരു കൽപ്പനയില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ മുശിരിക്കാവൂല. നേരത്തെ നാം കണ്ട നേതാക്കളുടെ രോദനങ്ങളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തം. പക്ഷേ അന്യായങ്ങൾക്കും അധർമ്മങ്ങൾക്കും കുടപിടിച്ചു കൊടുത്ത് ഈ ശിർക്കൻ വിശ്വാസ പ്രചാരണത്തിന് തണലേകിയവർക്ക് എന്തു പ്രായശ്ചിത്തം ചെയ്യാനാകും? എന്താണ് സംഭവിക്കുന്നത്? തൗഹീദിൽ തന്നെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിൽ, അതിന് പുതിയ വിശദീകരണം നൽകുന്ന തരത്തിൽ ചില വാദഗതികൾ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കരുത്, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കണം, സ്വർഗ്ഗ അവകാശികളാകണം. മുൻഗാമികളായ പ്രവാചകന്മാരുടെയും ശഹാദാക്കളുടെയും സർവസാലിയങ്ങളുടെയും എല്ലാം കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. ഈ ആഗ്രഹമാണ്, ഈ കരുത്താണ് ഈ പ്രസ്ഥാനത്ത് നയിച്ചത്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അതിന് വികലമാക്കാൻ ഏതൊരു രംഗത്താണോ ഇത് സമരിച്ചത്, ഏത് രംഗത്താണോ ഇത് ആദർശ യുദ്ധം നടത്തിയത്, ഏതിലാണോ ഇത് വിജയിച്ചത്, അതിലേക്ക് വീണ്ടും ആ എതിർത്ത് തോൽപ്പിച്ച ആശയങ്ങളിലേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. മറിച്ചുകൊണ്ട് യാതൊരു ആവശ്യമില്ല. തൗഹീദിന്റെ മുനയൊടിച്ചുകൊണ്ടുള്ള ഈ ആദർശ അട്ടിമറി പഴയതും പുതിയതുമായ നിരവധി വ്യതിയാനങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കാനിടയാക്കി. പൂർവിക മഹത്തുക്കൾ ത്യാഗോജ്വലമായി ഈ മണ്ണിൽ കബറടക്കിയ അന്ധവിശ്വാസങ്ങൾ ഒന്നൊന്നായി പുനരാനയിക്കപ്പെട്ടു. കേട്ടുകേൾവി പോലുമില്ലാത്ത പുതിയ ആശയങ്ങളും ആചാരങ്ങളും മൻഹജിന്റെ ഓമന പേരിട്ട് ഇറക്കുമതി ചെയ്തു. ഇസ്ലാഹി പ്രസ്ഥാനം സമൂഹത്തിൽ സ്ഥാപിച്ചെടുത്ത നിർഭയത്വം തകർക്കാൻ ശ്രമമുണ്ടായി. അവയിൽ പ്രധാനവും മുജാഹിദ് പ്രസ്ഥാനം സമൂഹമധ്യത്തിൽ തേജോവധം ചെയ്യപ്പെടാൻ നിമിത്തമായതുമായ ഒന്നാണ് ജിന്നിറക്കൽ. രോഗങ്ങൾക്ക് കാരണം പിശാചാണെന്ന പഴയ അന്ധവിശ്വാസം വീണ്ടും ജനമനസ്സിൽ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമഫലമായി ഏറെ ദുരന്തങ്ങളുണ്ടായി. പ്രമാണങ്ങൾ ഉപേക്ഷിച്ച മൗലവിമാർ ജിന്ന് ചികിത്സകരായി. നിരവധി കുടുംബങ്ങളിൽ അശാന്തി പടർത്തി ജിന്നിറക്കൽ മുജാഹിദ് വീടുകളിൽ തകൃതിയായി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ശക്തമായ പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി. എടവണ്ണയിലും അരീക്കോട്ടും തലശ്ശേരിയിലും പുളിക്കലും തിരുരങ്ങാടിയിലുമൊക്കെ ദാരുണമായ ജിന്നിറക്കൽ നടന്നു. പ്രശസ്തമായ ഇസ്ലാഹി തറവാട്ടിലാണ് പുളിക്കൽ ഇത് നടന്നത്. അബ്ദുറഹ്മാൻ സലഫി തന്നെ ഇത് വിശദീകരിക്കുന്നത് കേൾക്കൂ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാടായ ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ നേരത്തെ രോഗിയാണ്, മരുന്നുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞ പോലെ ചില ആൾക്കാർ പറഞ്ഞു മരുന്നൊന്നും ഉപയോഗിക്കേണ്ടാവും, നിർത്തിയിട്ട് നമുക്കൊന്ന് റുഖിയ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഗുളിക കൊടുക്കൽ നിർത്തി. പിന്നെ ഇങ്ങനെ ചെവി കൂടി ഇങ്ങനെ റുഖിയ നടത്തി കൊടുത്തു. അവിടെ മറ്റേ എന്താ CD പ്ലെയറിൽ ഒരു CD ഇട്ട് അത് പിന്നെ ചെവിയിൽ പിന്നെ ഇയർഫോണും വെച്ച് കൊടുത്ത്. അങ്ങനെ 2 ദിവസം ആയപ്പോഴേക്ക് ഇങ്ങനെ വയലൻ്റായി തുടങ്ങി. പിന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരുന്നു. അതേപോലെ തന്നെ 3 ദിവസമായപ്പോഴത്തേന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വന്ന് അവസാനം പിന്നെ ആ രോഗിയുടെ ശരീരത്തിൽ ചില പാടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ കേട്ട ആ വിവരം ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് ഞങ്ങൾ അടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ തടുത്തിട്ടേ ഉള്ളൂ എന്നാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ ഇങ്ങോട്ട് അടിച്ചതാണെങ്കിലും ശരീരത്തിൽ പാടുകളുള്ളത് അവിടെ കിടന്ന അടയാളമാണ് എന്ന് മാത്രം വിശ്വസിക്കാവതല്ല എന്ന് പറയുന്നു. എന്തോ ആകട്ടെ, ഈ കുട്ടി അവസാനം മുമ്പേ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ അടുക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ഡോക്ടർ ചികിത്സിച്ചു. ഇനി മേലിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ഏതായിരുന്നാലും ശരി, ഈ ഒരു അവസ്ഥ മുമ്പേയും മരുന്ന് ഉപയോഗിച്ച ഒരു കുട്ടിയെ കൊണ്ട് മരുന്ന് നിർത്തിച്ച് അവസാനം വയലൻ്റായി പിന്നെ മരുന്ന് കഴിപ്പിക്കേണ്ട അവസ്ഥ, ഇങ്ങനത്തെ ഒരു റുഖിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏർപ്പാട് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. എനിക്കറിയാം, എറണാകുളത്തുള്ള ഒരു ഡോക്ടർ, അയാൾ വടിയെടുത്ത് സൂട്ട് കേസിൽ
പ്രാക്ടീസിന് സ്റ്റെതസ്കോപ്പും മറ്റുപകരണങ്ങളും കൊണ്ടു നടക്കുന്നത് പോലെ ഒരു വളഞ്ഞ ട്യൂബും അതേപോലെ തന്നെ ഒരു ഗ്ലൗസും അതേപോലെ തന്നെ ഒരു ചെറിയ വടിയൊക്കെ വെച്ചിട്ട് നടക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് മുജാഹിദീങ്ങളുടെ അടുക്കലേക്കാണ്, മുജാഹിദീങ്ങളാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇദ്ദേഹം ചില ബാങ്കോ ഓത്തോ ചൊല്ലലോ പറയലോ ഒക്കെ നടത്തുമ്പോൾ ഇളക്കം തുടങ്ങുമ്പോൾ കയ്യിൻ്റെ വിരൽ നൂലുകൊണ്ട് കെട്ടുക, കാലിൻ്റെ വിരൽ നൂലുകൊണ്ട് കെട്ടുക. ഇത് ബന്ധിക്കുന്നത് എന്തിനാ? ജിന്ന് കയറിയതാണ്. അത് ജിന്ന് ഇറങ്ങിപ്പോവാതിരിക്കാനാണ് കെട്ടുന്നത്. ഉള്ളിലിട്ടിട്ടൊന്ന് മെരുക്കി ശരിയാക്കിയിട്ട് എന്നിട്ട് അവസാനം ഈ ജിന്നിനോട് മൂപ്പരൊരു സംഭാഷണം നടത്തും. അതിൽ ചിലപ്പോൾ മുസ്ലിമാകും ജിന്ന്. അപ്പം മുസ്ലിമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുണ്ട് മുസ്ലിം ജിന്ന് ആണ്ട് പുറത്ത് പറഞ്ഞു കേട്ട് പുറത്തു പോകുമല്ലോ ഉപദ്രവിക്കാതെ. അല്ലെങ്കിൽ ഒന്നുകൂടി പീഡിപ്പിച്ച് ശരീരത്തിലിട്ട് കരിച്ച് കളഞ്ഞിട്ട് വേണം ജിന്നിനെ പുറത്താക്കാൻ. എവിടുന്നാണ് ഈ വിശ്വാസം വന്നത്? ഇത് അള്ള പറഞ്ഞതല്ല, റസൂല് പറഞ്ഞതല്ല. ഇങ്ങനൊരു ചികിത്സാ രീതി അള്ളയും റസൂലും പറഞ്ഞിട്ടുമില്ല. നേരെ മറിച്ച് ഇത് പണ്ട് ഈ കേരളക്കരയിൽ ഉണ്ടായത് ഇസ്ലാഹി പ്രസ്ഥാനം മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടതാണിത്. ഇതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ എവിടെ നിന്നൊക്കെയോ കയറി വരാൻ തുടങ്ങുന്നത്. പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഈ സംഭവം ഒന്നുകൂടി വിശദീകരിക്കുന്നു. എന്റെ അനുഭവം, എന്റെ ഉമ്മ അടക്കം കൂക്കിയാണ്. എന്റെ ഉമ്മ കൂക്കിയിരുന്ന ആളാണ്. എന്റെ ബാപ്പ തെരീക്കത്തിന്റെ ആളാണ്. എന്റെ വീട്ടിൽ ഹോമം നടത്തുമ്പോൾ കോയിനെ പിടിച്ചു കൊടുത്ത് ഞാനാണ്. തെരീക്കത്തിലുണ്ട്. ഇങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ എതിർക്കൊണ്ട് വന്ന് എന്നിട്ട് ഇതിനൊക്കെ തെളിവും പറഞ്ഞ് ഞങ്ങൾ രണ്ടാമതായി എന്താ എവിടേക്കാ ഇതിൽ നമുക്ക് മറച്ചൊക്കെ ഇങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഇത് ചർച്ചയായി? ചിന്തിക്കേണ്ട അവിടെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റാളും പറഞ്ഞിട്ടില്ല, ഇയാളും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ വന്നില്ല? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിൽ എങ്ങനെ ചർച്ചയുണ്ടായി? എങ്ങനെ ഇത് വിവാദമായി? നമ്മൾ പേടിച്ച് നിൽക്കുക. എന്താണ് ഈ കേൾക്കുന്നത്? അതിന് കാരണക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരായാലും ഈ ഭാഗത്തായാലും ആ ഭാഗത്തായാലും ഇതിന് കാരണക്കാരായ ആളാ അള്ളാഹുവിനെ. തൗഹീദിന്റെ ഈ പ്രബോധനം ദഅവത്ത് അത് നിർവഹിക്കുന്നതിന് വിഘാതമായി ജിന്നും ശൈത്താനും പറഞ്ഞിട്ട് ഉള്ള വില പിടിച്ച സമയം പോവുകയും എന്നിട്ട് നമ്മൾ ഈ തൂക്കപാത്രം എടുത്തിട്ട് മന്ത്രിക്കാൻ നടക്കുകയും ഈ ചികിത്സിക്കാൻ നടക്കുകയും അടിച്ചിറക്കുകയും. നിങ്ങൾ അറിയോ, മഹാനായ PP ഉണ്ണിമയ്യക്കുട്ടി മൗലവി റഹ്മുല്ല, അദ്ദേഹം ജമിയത്തുൽ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. നരിക്കുത്ത് മുഹമ്മദ് മൗലവി വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ MCC അബ്ദുറഹിമാൻ മൗലവി ഇതിന്റെ സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറി ആയിരുന്ന MCC, അവരുടെ കൂടെയാണ് ഞങ്ങൾ ഈ ഖുറാഫാത്തും കൊണ്ട് വന്നിട്ടാണ് കയറി ചെന്നത്. ആ നാട്ടിൽ 100% മുജാഹിദുകളായ ആ പ്രദേശത്ത് അടിച്ചിറക്കിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. അടിച്ചെടുക്കലും ബഹളവും കുലുമാലും നായാട്ടമൊക്കെ കൂടി ഉണ്ടായി. അതിന് എന്നിട്ട് നമ്മളെ പരീക്ഷിക്കാൻ മറ്റൊരു വന്നു തന്നെ മറ്റോരെ കുറ്റം പറയും. ഈ വരവെക്കോ ആരും വരില്ല എന്ന് എന്താ അതിന് കാരണമായതാര് എന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ലഭിക്കുന്ന സംഘടനയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നിലവിളിക്കുക. ആരാണ് ഇതിന് ഉത്തരവാദി? അറിയപ്പെട്ട ജിന്നിറക്കൽ സ്പെഷ്യലിസ്റ്റും AP വിഭാഗത്തിന്റെ ആദ്യകാല നേതാവുമായ ഹിഫ്ലു റഹ്മാന്റെ അടുത്തേക്ക് താനും മുജാഹിദ് ബാലുശ്ശേരിയുമൊക്കെ രോഗികളെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് സക്കറിയ സലാഹി സമ്മതിക്കുന്നു. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേൾപ്പിന്റെ CD കേട്ടിട്ട് ഇതുങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആനിലെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റേതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയിട്ട് അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒതോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡ് സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുക്കും. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ചോദ്യം നിൽക്കുക, നല്ല ശേഷം എന്റെ ദേഹത്ത് കയറുന്ന. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെറ്റിടിപ്പ് കൂടി, ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. അതിപ്പോൾ ചാടിയും എണീറ്റു പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഒരു
ഇതുണ്ടായിരുന്നു, അത് കെട്ടി അപ്പൊ ഇങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി എന്താടാ നീ കാണിച്ചത്? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, നാറിന്ന് നൂറിന്ന് എന്തോ വന്ന പിന്നെ തലയിലുള്ള എന്തോ മിന്നുന്ന പോലെ തോന്നി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്തെത്തുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ നിങ്ങളിപ്പോൾ എന്താ അവിടെ റുക്കിയ നടത്തി വെച്ചു? ഞാൻ റുക്കിയ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ട് കൊടുത്ത് കുട്ടിയാണ്. അപ്പൊ ഇതിന്റെ കോല എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ, അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സന്റെ ഒരു ചങ്ങായി ചെയ്യേണ്ടതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്, നമ്മളെ ജമിയത്തിന് മൊത്തം ഒരു ചർച്ച ചെയ്തിട്ടില്ല, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഈ രോഗിയെ പറഞ്ഞയച്ചതിന് ശേഷം എന്തുണ്ടായെന്ന് ഹിഫ്ലുർ റഹ്മാൻ പറയുന്നത് കൂടി കേൾക്കൂ. കൂടെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന് കൂടി അറിയുക. ഞാൻ നാട്ടിൽ വെക്കേഷൻ ആയ സമയത്ത് എന്റെ അടുത്തേക്ക് ചികിത്സക്ക് ആളെ പറഞ്ഞയച്ചിരുന്നു. സക്കരിയ ഒരു കേസ് ഉണ്ടായിക്കണേ. ഒരു കേസ് എന്താ ഉണ്ടായത്? അത് നാട്ടിൽ ചിലപ്പോ കൊലിങ്ങിയത് കേന്ദ്രമാരൊക്കെ പൂച്ചാളാരും ഉണ്ടായിരിക്കുന്ന കേസ് അത് തന്നെയാ. എന്താ ഡോക്ടർ ഒരു പ്രശ്നങ്ങളുള്ള ചെക്കനെ ഡോക്ടർ സക്കരിയന്റെ അടുത്തെത്തി, അത് വേറെ വഴി എത്തിയത്. അങ്ങനെ ഡോക്ടർ സക്കരിയ എന്ത് ചെയ്തു? വീഡിയോ ക്ലിപ്പ് പിന്നെ റുക്കേശ്വരന്റെ കാസറ്റ് കളിപ്പിച്ചു, അതിൽ വയലന്റ് ആയി. ആ കേസ് ഡോക്ടർ സക്കരിയ എന്ത് ചെയ്തു? പിന്നെ അങ്ങനെ ഇപ്പുറം വന്നിട്ട് നമ്പർ ഉണ്ടെന്ന് പിടിച്ചെന്നിട്ട് പറഞ്ഞയച്ചു. വന്നു, ഓതി, ഇളകി 10-30 ആൾക്കാരെ മുമ്പിലിട്ട് ഓതിക്കണേ. ആ 30-ല് KNMന്റെ ജാമ്യയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ജാമ്യയിലും പിന്നെ ജാമ്യയിൽ പഠിപ്പിക്കേണ്ടവരില്ല, അവിടെ അഫ്സൽ PGക്ക് പഠിക്കുന്ന ആൾക്കാരുണ്ട്, KNMന്റെ ഖത്തീബുമാരുണ്ട്, മെമ്പറിൽ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇതല്ല അവരെ മുമ്പിലാട്ടാ ഓതിയത്. സ്ത്രീന്റെ സ്വരത്തിലാണ് സംസാരിച്ചത്. ഷെയ്ഖിത്താൻ ഇളകിട്ട് സംസാരിച്ചത്. ഇതൊന്ന് സെൽഫിയൊക്കെ പോയി കാണണം, ബ്ലണ്ടർ അടിച്ച് നടക്കുന്ന മുമ്പ് ഇതൊക്കെ പോയി കാണണം, ഒന്ന് കേക്ക്, എന്നിട്ട് വേണം ബ്ലണ്ടർ അടിച്ച് നടക്കാൻ അതിന്റെ മുമ്പ്. അതല്ലേ? എന്നിട്ട് അങ്ങനെ സംഭവിച്ചിക്കണേ. ഞാനൊറ്റക്കല്ല, പെരുന്നാളിന് വേറെ സഹോദരൻ ഓതിക്കണേ. എന്നിട്ടില്ലേ, എന്നിട്ട് ഒതുകൊണ്ട് അവസാനം തലശ്ശേരി പള്ളിയിലെത്തി ഓതിയില്ലേ ഈ കുട്ടിക്ക്? തലശ്ശേരി പള്ളിയിൽ 20ഓളം ആൾക്കാരെ മുമ്പിലെത്തി ഓതിയില്ലേ, ഇളകിയില്ലേ? ഇവിടെ അവസാനം നിങ്ങളെ മുമ്പിൽ കംപ്ലൈന്റ് എത്തിയില്ലേ? കംപ്ലൈന്റ് അല്ല, നിങ്ങളെ മുമ്പിൽ വിഷയം എത്തിയില്ലേ? നിങ്ങൾ അന്വേഷണ കമ്മീഷൻ എത്തിയില്ലേ? CP സലീമിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഒരു സലീമിനെ അല്ലേ? ഇതാ റിപ്പോർട്ട് ഉണ്ടെന്ന്. യെസ്, അവിടെ ഓതി 20ഓളം ആൾക്കാരെ മുമ്പിലെത്തി ഓതിയപ്പോ ഇളകി. നിങ്ങളെ മുമ്പ് കൊണ്ടുവന്നുകൊണ്ട് സംസാരിച്ചു അല്ലെ? AP എന്താ അതിനെ കുറിച്ച് പറഞ്ഞേ? അത് മാനസിക ഇക്കാരൻ. കേരളത്തിലെ സെൽഫി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു അത് മാനസിക ഇക്കാരൻ. ഖുർആൻ കേട്ടപ്പോൾ ഇളകിയത് മാനസിക ഇക്കാരെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചിട്ട് ഒരാൾ ചോദിച്ചില്ലേ, ശരി ഞങ്ങളോട് മാറി നിന്നോളാ, ഈ കാസറ്റുകളെ ചെറുക്കണമെന്ന് കേൾക്കും, ഈ കാസറ്റുകളെ ചെറുക്കണമെന്ന് കേൾപ്പിക്കും. ആ ചെറുക്കനോട് പറഞ്ഞേ, ആ ചെറുക്കവിടെ വന്നിക്കണേ ജിദ്ദയിലുണ്ട്, ഓനോട് പറഞ്ഞു ഈ കാസറ്റുകളൊന്ന് കേൾപ്പിക്കുന്ന പറഞ്ഞപ്പോ വേണ്ട AP പിന്നാക്കം മാറിയത്. ഇതാണ് APന്റെ കോലം. ഒക്കെ വേറെ വരാണ്ട് നാണെന്റെ വിൽക്കുന്നു. ഇവരൊക്കെ തലിന്റെ ഉള്ളിൽ എന്താ? ഇപ്പൊ ഈ ഒരു കേസ് പറഞ്ഞു സെക്രട്ടറിനെ പോയി, നിങ്ങളിപ്പോ സെക്രട്ടറിനെ ഓതാ പറഞ്ഞല്ലേ? സെക്രട്ടറിയാനെ ഇതിന്റെ പേരിൽ നിങ്ങൾ സെക്രട്ടറിയാനെ പോയിന്റ് ചെയ്ത് നിങ്ങൾ ഉസൈൻ സെൽഫി നിങ്ങൾ എന്തുകൊണ്ട് പോയിന്റ് ചെയ്യുന്നില്ല? ഉസൈൻ സെൽഫി പറഞ്ഞിട്ടില്ലേ? ഉസൈൻ സെൽഫി പറഞ്ഞ കേസ് നജീബിന്റെ അടുത്ത് തോന്നിയിട്ടില്ലേ? ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞ കേസ് നജീബിന്റെ അടുത്ത് തോന്നിട്ടില്ലേ? ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞ കേസ് ഞാൻ ഓതിക്കണേ, നാട്ടിൽ വെക്കേഷൻ പോയപ്പോ ഓതിക്കണേ. ഷംസുദ്ദീൻ പാലത്തിന്റെ പുറത്തായിക്കാ നിങ്ങള്, ഉസൈൻ സെൽഫിനെ പുറത്തായിക്കാ നിങ്ങള്. ഹിഫ്ലുർ റഹ്മാന്റെ വെളിപ്പെടുത്തലുകളിൽ ഇനിയുമേറെയുണ്ട്. മുജാഹിദുകളുടെ പേരിൽ ഈ പ്രവണത വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. അബ്ദുറഹ്മാൻ സലഫി പറയുന്ന ഒരു സംഭവം കേൾക്കൂ. ഞാനത് വെറുതെ പറയല്ല, അതിനുള്ള ഒരുപാട് നമുക്കിടയിൽ നടമാടിയിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ഏറ്റവും അവസാനം എന്നെ വേദനിപ്പിച്ച 2 സംഭവം ഞാൻ പറയട്ടെ. ഒന്ന്, മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചിട്ട് കൊണ്ടുചെന്നു. ഈ കുട്ടി പറ്റ അവശനായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചോദിച്ചു, എപ്പോഴാ പാമ്പ് കടിച്ചത്? 3 ദിവസം മുമ്പാ. എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു? ആരെങ്കിലും കാണിച്ചോ? ഇല്ല, കാണിച്ചിട്ടില്ല. പിന്നെന്തേ? അത് ഞങ്ങൾ എന്താ പറയൂ, അത് പറയൂ. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് റുഖിയ ശറയ്യ എന്നിട്ടൊരു പരിപാടി ഉണ്ട്, 3 ദിവസം ഞങ്ങളത് നടത്തി നോക്കി, എന്നിട്ട് സുഖമായില്ല, അതാണെന്ന്. അപ്പം നിങ്ങൾ സുന്നിയാളാണ്. ഞങ്ങൾ സുന്നിയാളൊന്നുമല്ല എന്നാണ്. ഈ ഡോക്ടർ പിന്നെ മുജാഹിദായ നമ്മുടെ സംഘടനാ പ്രവർത്തകനായ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആളുകൾ ചെത്തിപ്പെട്ടത് എവിടെയെന്ന് എനിക്കറിയോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. എത്ര ദയനീയമാണിത്! കേരളത്തിലെ ശാഖകൾ തോറും ജിന്നിറക്കൽ ക്ലിനിക്കുകൾ ആരംഭിക്കണമെന്ന് ഇവരുടെ പണ്ഡിത സഭയിൽ വരെ അഭിപ്രായമുയർന്നെന്ന് സലഫി.
അങ്ങനെ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവും ആ എക്സിക്യൂട്ടീവിലേക്ക് ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി ഒരു ദിവസം കാലത്ത് 10 മണി മുതൽ മഗ്‌രിബ് വരെ നീണ്ടുനിന്ന ഒരു ഫുൾ ഡേ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തു. കൂട്ടത്തിൽ ഒരാൾ ഇത്രത്തോളം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഈ ജിന്നിനെ ഇറക്കുന്ന ഒരു യൂണിറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങണം എന്ന അഭിപ്രായം വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇതനുസരിച്ച് കേരളത്തിലെ സലഫി മസ്ജിദുകളിൽ പോലും ഇത്തരം ജിന്നിറക്കൽ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതായി അഹമ്മദ് അലി മദനി ഉറപ്പിച്ചു പറയുന്നു. സലഫി മസ്ജിദുകളിലടക്കം പള്ളിയുടെ മോൾ പോയിട്ട് സിഹർ ചെയ്തവനെതിരിൽ ഈ ആളെ ചികിത്സിക്കാം, ഇന്ന് കൂടി അവനെ ഇന്നിറക്കാം. ആഭാസകരമായ അവസ്ഥ സലഫി മസ്ജിദിന്റെ മുകളിലാണ് പറയാം. ഇതൊക്കെ സങ്കടത്തോടു കൂടി സാധാരണക്കാരായ ആൾക്കാർ വന്ന് പറയുമ്പോ മാനസികമായ വിഷയം അത് തെറ്റിപ്പോയതാവും, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ പറഞ്ഞേക്കുന്നത്. അന്വേഷിച്ചിട്ട് തെറ്റിദ്ധരിച്ചതാവും, അങ്ങനെ ഉണ്ടാവില്ല. സഹോദരങ്ങൾ, ഈ കാര്യം നിങ്ങളോട് തുറന്ന് സംസാരിക്കേണ്ടി വന്ന ഖേദമുണ്ട്. അത്രയും വിഷമകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര ഗുരുതരമാണ് കാര്യങ്ങൾ. സകലവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ആചാര വൈകൃതങ്ങളിൽ നിന്നും കേരള മുസ്ലിങ്ങളെ കരകയറ്റിയ ഒരു പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ നടക്കുന്ന ദുരന്തങ്ങൾ. ഈ അന്ധവിശ്വാസങ്ങളുടെ കൃഷി ഇവിടെ അവസാനിക്കുന്നില്ല. നിരവധി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മുജാഹിദ് പിളർപ്പിന്റെ ആനുകൂല്യത്തിൽ ഇക്കൂട്ടർ ഇവിടേക്ക് പറിച്ചു നട്ടു. ജിന്നുകൾ രോഗമുണ്ടാക്കും, മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും രൂപം പ്രാപിച്ചു വരും, മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടും, ജിന്നുകൾക്ക് മനുഷ്യരിൽ കുട്ടികളുണ്ടാകും, അപകടങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തും, നന്മയിലേക്ക് നയിക്കും, പെൺകുട്ടികളുടെ മുഖം റബ്ബർ പോലെ വലിച്ചു നീട്ടി വികൃതമാക്കി വിവാഹം മുടക്കും, ഗർഭപാത്രത്തിൽ കയറി ഗർഭം മുടക്കും, ദൂരസ്ഥലങ്ങളിലുള്ള ഭാരമേറിയ വസ്തുക്കൾ നിമിഷനേരം കൊണ്ട് നമുക്ക് ജിന്നുകൾ എത്തിച്ചു തരും, ആൾദൈവങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ സഹായിക്കും, കുട്ടികളില്ലാത്തവർക്ക് പിശാച് കുട്ടികളെ നൽകും, മറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന് എത്തിച്ചു നൽകും, കറുത്ത പൂച്ച, കറുത്ത നായ, ഒട്ടകം തുടങ്ങിയവ ശൈത്താനാവാം. ജിന്നുകൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് അറിയാതെ മൂത്രമൊഴിച്ചാൽ അവ മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. മേശവലിപ്പിനിടയിലും വാതിലടയ്ക്കുമ്പോഴും വടി വീശുമ്പോഴും ജിന്നുകൾക്ക് അപകടം സംഭവിക്കാം. അങ്ങനെയായാൽ അവ നമ്മെ ആക്രമിക്കും. പിശാച് വിഗ്രഹങ്ങളിൽ കയറിക്കൂടി സംസാരിക്കും. മനുഷ്യനുമായി ജിന്നുകൾ പ്രേമത്തിലാവും, വിവാഹം ചെയ്യും, സിഹിർ ഫലിക്കും. ഒരു മാരണക്കാരന് പിശാചിനെ ഉപയോഗിച്ച് അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മറ്റൊരാളെ ഉപദ്രവിക്കാം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മുജാഹിദ് ബാനറിൽ കേരളം കേട്ടുവിറച്ച വികലവാദങ്ങളിൽ ചിലതു മാത്രമാണിവ. ഈ അന്ധവിശ്വാസ കൃഷിക്ക് തടസ്സമായേക്കാവുന്ന ആദർശം നെഞ്ചേറ്റിയ മുജാഹിദുകളെ ആദ്യമേ പറിച്ചുമാറ്റുക ഇവരുടെ ആവശ്യമായിരുന്നു. അതായിരുന്നു അടിസ്ഥാനമില്ലാത്ത വ്യതിയാനാരോപണത്തിന്റെയും ദുഃഖകരമായ പിളർപ്പിന്റെയും പിന്നാമ്പുറ യാഥാർത്ഥ്യം. അന്നുതന്നെ അപകടം മണത്ത മുജാഹിദ് പണ്ഡിതർ ഇതിന് പ്രതിരോധിച്ചു. CP ഉമർ സുല്ലമി, KK മുഹമ്മദ് സുല്ലമി, A അബ്ദുസലാം സുല്ലമി, അമ്മാങ്കൂത്ത് അബൂബക്കർ മൗലവി, ഹുസൈൻ മടവൂർ, MT അബ്ദുറഹ്മാൻ മൗലവി തുടങ്ങി പ്രഗത്ഭരായ ഇസ്ലാഹി പണ്ഡിതരുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ഈ അന്ധവിശ്വാസ ഇറക്കുമതിക്കെതിരെ പ്രതിരോധ നിര സൃഷ്ടിച്ചു. പ്രമാണങ്ങൾ ഉയർത്തി അവരതിനെ നേരിട്ടു. ഇസ്ലാഹി ആദർശവും പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും എല്ലാം സംരക്ഷിക്കാൻ മുജാഹിദുകൾ പോരാടി. ഹദീസ് നിഷേധാരോപണത്തിന്റെ കൂരമ്പുകളുമായാണ് ഈ ആദർശ വിരോധികൾ അതിനെ നേരിട്ടത്. അതിനും നേതൃത്വത്തിന്റെ ആശീർവാദവും തണലും ഇവർക്ക് ലഭിച്ചു. പറഞ്ഞടക്കല്ല, ഞങ്ങൾ ചെറുപ്പക്കാരെ ഏറ്റെടുത്തിരിക്കുന്നത്. കേരള ജമിയത്തുൽ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറയാണ്ട് ആജാതി ഓലപ്പാമ്പൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ സുല്ലമികളെ വിചാരപ്പ നമ്മളെ സുല്ലമി കാര്യപ്പെട്ട ആളായിരിക്കുന്ന വരട്ടെ നോക്കാൻ നമുക്ക് മൂപ്പരൊറ്റക്കും വന്ന വേറെ ആരും വേണ്ടാന്നാ. നിങ്ങളെ സംഘടന ലെവലിലൊന്ന് കൊണ്ടുവരും, അപ്പൊ നമുക്കൊന്ന് കാണാം. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഉന്നതന്മാരായ അഹ്ലുസുന്നത്തിന്റെ നേതാക്കന്മാരുടെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി ഞങ്ങൾ ചെറുപ്പക്കാർ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്കൊരിക്കലും തന്നെ ഈ വിവാദത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങളതിനെ ശക്തിയായി പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ മുജാഹിദ് നേതാക്കളുടെ ഉറച്ച നിലപാടിനും ആദർശരംഗത്തെ ആർജവത്തിനും അംഗീകാരമെന്നോണം അവരുടെ ഈ ആദർശ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങി. ഒരു കാലത്ത് തൗഹീദി ആദർശ പ്രബോധന വീതിയിൽ മഹത്തായ സേവനമർപ്പിച്ച AP വിഭാഗത്തിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ ആദർശ വ്യതിയാനത്തിന് ഇനി കുടപിടിക്കാനാവില്ലെന്ന നിലപാടെടുക്കേണ്ടി വന്നു. ചെറിയ വേഗതയിലാണെങ്കിലും ആദർശരംഗത്ത് അവർ ചില കാൽവെപ്പുകൾ നടത്തി. അന്ധവിശ്വാസ പ്രചാരകർക്കെതിരായ നീക്കങ്ങൾ ആരംഭിച്ചതോടെ അവർക്ക് വിറളി പിടിച്ചു. മുജാഹിദ് നേതാക്കൾക്ക് നേരെ ഉതിർത്തുവിട്ടിരുന്ന ഹദീസ് നിഷേധം പോലുള്ള ആയുധങ്ങൾ അവർ സ്വന്തം നേതാക്കൾക്ക് നേരെയും കൊടുത്തുവിട്ടു. അപ്പോൾ ഹദീസ് നിഷേധാരോപണത്തിന്റെ നിജസ്ഥിതി നേതാക്കൾക്ക് തന്നെ ഉറക്കെ പറയേണ്ടി വന്നു. ഈ ശൈത്താന് എന്തൊക്കെ കഴിവാന്നറിയപ്പെടുന്നത്? എന്തെല്ലാം കഴിവ്? ശൈത്താനുള്ള കഴിവ് എന്താണെന്ന് ഇവിടെ ഖുർആനിൽ മനസ്സിലാക്കണേന് അപ്പുറം വേറെ തീരുമാനം. ആദം നബി മുതൽക്ക്
ഈ ജനങ്ങളെ ഞാൻ വഴിപഴിപ്പിച്ചിട്ടേ അടങ്ങൂ, നിന്റെ വളരെ ആത്മാർത്ഥതയുള്ള ഏതാനും അടിമകൾ ഒഴികെ എന്ന് പറഞ്ഞ് അള്ളാന്റെ മുന്നിൽ തന്നെ പതിച്ച് ചെയ്തിട്ട് ഇറങ്ങിയൊന്നാണല്ലോ. ആരാണ് അതിനെ നിഷേധിക്കുന്നത്? നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിനോട് അഭയം തേടിയിട്ടില്ല, അവരിൽ തവക്കുലാക്കിയിട്ടില്ല നമ്മൾ ഇറങ്ങുന്നത്. ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് സമൂഹത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. അവർക്ക് ശൈത്താന്റെ വിശ്വാസമില്ല. ഇവര് ഇങ്ങനെ ദിക്റും ദുആയും അതേ പ്രകാരം അത്തരം പ്രാർത്ഥനകളിൽ നിന്നൊക്കെ ഒഴിവാണ് ഇവര്. എന്നിട്ട് അതിന് ഒരു ആലങ്കാരിക പ്രയോഗവും ഹദീസ് നിഷേധികൾ. എന്താണ് ഇത്? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നൊരു കാര്യമാണോ? ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്? നാം അതിലൂടെ മാത്രം ഖുർആനെ മനസ്സിലാക്കുന്ന സമൂഹത്തെ പഠിപ്പിച്ചവരല്ലേ? നബിയുടെ ചര്യയിലൂടെ മാത്രം, ഹദീസിലൂടെ മാത്രമാണ് ഖുർആനെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ച് നിർത്തിയ ഒരു ഇതിൽ എന്തെങ്കിലും പറഞ്ഞുകൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി, ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ വിഭാഗം ആളുകളെ ഹദീസ് നിഷേധികളാക്കി മാറ്റണം. വിമർശനത്തിന് വേണ്ട ഒരു മാന്യതയും അന്തസ്സും. ഈച്ചകളെ പിടിച്ച് വർണ്ണത്തിൽ വരതിയിരുന്നു. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തിയിട്ട് ഞങ്ങളെ ബുദ്ധി? ഈച്ചനെ പിടിച്ചിട്ട് ഇങ്ങനെ മുറിയിൽ വരതുന്ന്. എന്തിന്? മുറി ഉണങ്ങാൻ. അപ്പം മറ്റേല് വിഷമില്ലങ്ങ ഇത് പൊക്കൂലേ? ഒന്നിലല്ല ഔഷധമുള്ളൂ, മറ്റേല് വിഷമില്ലേ? ഈ കോലത്തിൽ ഹദീസിന്റെ പിന്നാലെ പോവുക, ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഈ പറഞ്ഞ സംഗതി എതിർത്താ പറയും ഹദീസ് നിഷേധികളാണ്. അതപ്പോ സാധാരണക്കാരിയായിരിക്കും, ഇവർ ഭയങ്കര ഹദീസ് നിഷേധികളല്ലേ കേട്ടോ. എന്നാൽ ഇവരാരായി മാറി? ഇവർ ഖുർആൻ നിഷേധികളായി മാറി. ഇവർ ഖുർആൻ നിഷേധികളെ, അള്ളാഹുവിന്റെ കലാമ ഖുർആൻ, അതിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തി. ഈ ആദർശ അട്ടിമറിക്കാർ ആരുടെയോ ഉപകരണങ്ങളാണെന്ന മുജാഹിദുകളുടെ മുന്നറിയിപ്പും AP വിഭാഗത്തിന് അംഗീകരിക്കേണ്ടി വന്നു. ഇന്ന് സലഫികളെ നശിപ്പിക്കാൻ വേണ്ടി, സലഫി ആദർശത്തിൽ വെള്ളം ചേർക്കുവാൻ വേണ്ടി ആരോ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശൈഖ് റബീഉ വളരെ ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇപ്പോഴത്തെ മുസ്ലിം സമൂഹത്തെ, സലഫി സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. സലഫികളെ നശിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമാണ് ഇത്. മുമ്പ് ഉണ്ടായിരുന്ന ഈ ജിന്നുകളെ ഹാജറാക്കലും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചികിത്സാ രീതി പോലെ ഇപ്പോൾ ചില ആളുകളുടെ ഇടയിലേക്ക് ഇത് കടന്നു വന്നിരിക്കുകയാണ്. ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു അനുരണനം എന്ന നിലയിൽ, അതിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഇത്തരം ചിന്താഗതികൾ ആരെങ്കിലും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആധുനിക ഇന്റർനെറ്റ് സൗകര്യങ്ങളും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ അല്ലാഹുവിന്റെ ഖുർആനും അവന്റെ സുന്നത്തും അനുസരിച്ചുകൊണ്ട് വിധി പറയുന്ന, തങ്ങളുടെ അരികിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ എനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ, അറബി ഭാഷയിലുള്ള ഒരു വാചകം പോലും നേർക്കുനേരെ വായിക്കുവാൻ അറിയാത്ത, ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും പരിഭാഷകൾ കേട്ടുകൊണ്ട് സൗദി അറേബ്യയിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പോലും ക്ലിനിക്കുകൾ തുറക്കുകയും ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ദീനിനോട് കൂറുള്ള, സുന്നത്തിനോട് കൂറുള്ള, ആദർശത്തോട് കൂറുള്ള നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ആളുകളെ തിരിച്ചറിയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്താൻ കൈകോർത്ത ഒരു അവിശുദ്ധ മുന്നണിയിലെ അംഗങ്ങളെന്ന ധൈര്യത്തിൽ അന്ധവിശ്വാസ പ്രചാരകർ കൂടിളകി. സ്വന്തം നേതാക്കൾക്കെതിരെ കടുത്ത ഭാഷയിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവർ അക്രമം തുടർന്നു. മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNMനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടെ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNMനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് ക്വാട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി അവൻ മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകള് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത്
പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ആയത്തിൽ ആരെങ്കിലും വിശ്വാസം ഉറപ്പിച്ചിട്ടുണ്ടോ? നീ അള്ളാനെ സൂക്ഷിച്ചാലേ, നീ നല്ല തെക്കുവെള്ളവനായാൽ പടച്ചോൻ നിനക്ക് ഉപജീവനം കാണിച്ചു തരും. ഇത് ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? അബ്ദുൽ ഖാദർ പറഞ്ഞ? അബ്ദുൽ കോയ പറഞ്ഞ? ആണോ? അല്ല. ഇത് അബ്ദുറഹ്മാൻ പറഞ്ഞ? അല്ല. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞ? അല്ല. പിന്നെ എന്താ പറഞ്ഞേ? നീ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ നിനക്ക് നീ അറിയാത്ത മാർഗത്തിൽ ഉപജീവനം നൽകും. ഇവിടെ നീക്കുപോക്കുകളില്ല, ആർക്കും വേണ്ടി സംസാരമില്ല. സ്വന്തം നേതാക്കളുടെ പേരിനൊപ്പം ഒരു മൗലവി എന്ന് ചേർക്കാൻ പോലും അറച്ചവരും നേതൃത്വത്തിലിരിക്കുന്നവർ ചപ്പുചവറുകളും കള്ളിത്തരികളുമാണെന്ന് പ്രഖ്യാപിച്ചവരും എല്ലാം അപ്പോഴേക്കും ശക്തമായ ഒരു അനുയായി വൃന്ദത്തെ സൃഷ്ടിച്ചെടുത്തിരുന്നു. മുജാഹിദ് പ്രവർത്തകരെ തട്ടിത്തെറിപ്പിച്ച ഒഴിവിലേക്ക് കൂട്ടിപ്പടച്ചുണ്ടാക്കിയ ആൾക്കൂട്ടത്തിന് ആദർശവും സംസ്കാരവും പാരമ്പര്യവും അറിയില്ലല്ലോ. ഞങ്ങളെപ്പോലെയുള്ള പ്രായമായ ആളുകൾക്ക് ഇതിന്റെ പൗരാണികമായ ഇതിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അറിയാം. ഞങ്ങൾ അങ്ങനെ കുടുംബത്തിൽ വളർന്നതാണ്. ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് അങ്ങനെയുള്ളതാണ്. അത്തരം കാര്യങ്ങളെ നേരിട്ട് കൊണ്ടാണ് ഇതിന്റെ പാതയിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളുടെ മക്കളുമായി ജനിച്ചവർക്ക് എന്താണ് ജാഹിലിയ്യത്ത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്തൊന്നിനെ പടപടി ചെയ്യാണ്, എന്തൊന്നിനെ എതിർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർത്തുന്നത് എന്നവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാവർക്കും ഭൗതിക നേട്ടം തന്നെയാ. ഈ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് കരിവാരി വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. ഈ പ്രസ്ഥാനം ഇത്രയും കാലം പുലർത്തിപ്പോകുന്ന ആശയാദർശങ്ങളിൽ നിന്ന് അവർ പുറകോട്ട് വലിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. മരത്തിനേക്കാളും വലിയ കൊമ്പോ, മരത്തിനേക്കാളും വണ്ണുള്ള കൊമ്പിനെ നിർത്തിയാൽ മരം ആ ഭാഗത്തേക്കാണ് പോകും. അത് എത്ര വണ്ണുള്ള കൊമ്പാലും മുറിക്കേണ്ട സമയത്ത് മുറിച്ചാൽ എന്നാ വേറെ കൊമ്പ് വന്നോളൂ. ഇങ്ങോട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ ഒരുപാട് കുട്ടികൾ ഇതിൽ കുടുങ്ങിപ്പോയി. ഇനി അവരൊക്കെ തിരിച്ചുകൊണ്ടിട്ടുണ്ടായി. ഞാൻ അതിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ അവര് രക്ഷപ്പെട്ടു. ഇവരാൽ വഴികേടിലായ ആൾക്കാരെ കൊണ്ടുവരാൻ എന്താ മാർഗം? അതെ, കൊമ്പുകൾ മരത്തിനേക്കാൾ വലുതായിട്ടുണ്ട്. പക്ഷെ ആര് മുറിക്കും? എത്ര തവണ കോടാലിയെടുത്തു? പക്ഷെ കണ്ണുരുട്ടലിൽ അവ താഴെ വെക്കേണ്ടി വന്നു. അന്യായമായി ആദർശ പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്തവർക്ക് ന്യായമായ ഒരു ലക്ഷ്യത്തിൽ തീരുമാനമെടുക്കാൻ കൈവിറയ്ക്കുന്നു. മുൻപൊരിക്കൽ കോടാലി എടുത്തപ്പോഴുണ്ടായ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എങ്ങനെ എന്തൊരു ദുര്യോഗമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി മനുഷ്യരൊക്കെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടു. എന്തിനായിരുന്നു? ഞാൻ 5 നേരം നിസ്കരിച്ച് താടി നീട്ടിയപ്പോ എന്റെ വാപ്പയമ്മയും പുറത്താക്കി. അതൊരു പുറത്താക്കല അല്ലേ? അതൊരു പുറത്താക്കല. ഒരാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, അതൊരു പുറത്താക്കല. ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, ഒരാളെ സ്വർഗത്തു നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇസ്ലാമിൽ. ആദം നബീനെ അള്ളാന്റെ കൈകൊണ്ട് അള്ള പടച്ച ആദം നബി മഹത്വ ശ്രേഷ്ഠത നൽകി. ആ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദം നബിക്ക് ശ്രേഷ്ഠത നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറെ ബർക്കത്തുകൾ നൽകി. സ്വർഗത്ത് താമസിപ്പിച്ചു. അവിടെ നിന്ന് അള്ള പുറത്തേക്ക് പോകാൻ പറഞ്ഞു. എന്തിന്? കുറെ കൂടെ മെച്ചപ്പെട്ട് തിരിച്ചു വരാൻ അല്ലേ? അതിന് കീഴ്വഴക്ക് ഇസ്ലാമിലുള്ള. ഇനി അങ്ങനെ ഉണ്ടായി പുറത്തു പോയി എന്ന് വിചാരിക്കുക വലിയൊരു ബാധക അല്ല. ആദം നബീനെ അന്ന് സ്വർഗത്ത് നിന്ന് പുറത്താക്കിയില്ല കൂട്ടരെ. ഇവിടെ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ ആരും പുറത്തു പോയിട്ടില്ല. അതൊക്കെ നിങ്ങളെ പൂതി പറയാ. ഞങ്ങൾ രണ്ടാളും പോയി കിട്ടി നിങ്ങളെ തോന്നിയാസം ഇനി കൂടുതൽ ചെയ്യാലോ, അതിന് ഞങ്ങൾ സമ്മതിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ആഘോഷം ഉണ്ടായി. നിങ്ങൾക്ക് മാത്രമല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിരോധ സംഘടനകളിലൂടെയൊക്കെ സകല തോന്നിയാസത്തെയും ജനങ്ങൾക്ക് പൊളിച്ചെഴുതി ഭയപ്പാടില്ലാതെ കാണിച്ച രണ്ടാൾക്കെതിരെ നിങ്ങൾക്ക് ആനന്ദമുണ്ടായി. ഈ കോടാലി താഴെ വെപ്പിച്ച രീതിയും നാം അറിയേണ്ടതുണ്ട്. AP വിഭാഗം ഭാരവാഹി തന്നെ അത് വിശദീകരിക്കുന്നു. എപ്പിയുടെ നിലപാട് എപ്പിനെയും ടീപ്പിനെയും പിടിച്ച് പലരും ഭീഷണിപ്പെടുത്തി, കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിപ്പോ എന്നെ പറഞ്ഞു ഒരുത്തൻ. അത് ഭീഷണിക്ക് മുമ്പിൽ വാങ്ങിയത് തന്നെയാണ്. അത് തുറന്നു പറയാനൊന്നും ഒരു മടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ രാജിവെച്ചിട്ട് അവരെ ഏൽപ്പിച്ചെടുത്തേക്കാൻ പറഞ്ഞു. അവരെ ഏൽപ്പിച്ചെടുത്തേക്കട്ടെ. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഞാൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഞാൻ ഈ പോയിട്ടെന്താ കാര്യം? ഞാൻ പോണില്ല. ഒന്നിനൊരു എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ടെങ്കിലും ഇവരെ ഞങ്ങൾ തനതായ KNM റൂട്ടിൽ സഞ്ചരിച്ചോളാം എന്ന് പറയിപ്പിക്കാൻ ധൈര്യമില്ലാത്ത ആളുകളോടുകൂടി പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മ എന്തിന് 100% പേടിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു നിലപാട് എടുത്തിട്ട് കാര്യമില്ല. ഇവർ ആദ്യമേ തന്നെ നാളെ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കാതിരിക്കാനാണ് ഇന്ന് തന്നെ വിലക്ക് നീക്കി എന്ന് പറഞ്ഞത്. അന്ന് വിലക്ക് നീക്കി, അതായത് മുജാഹിദ് സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്രേ ഈ വിലക്ക് നീക്കിയെന്ന് ജില്ലാ സെക്രട്ടറിമാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന്. അത് APക്ക് വേണ്ടിയിട്ട് മുജാഹിദ് സെന്ററിൽ വിളിക്കുന്നു.
മുജാഹിദ് ബാലുശ്ശേരിക്കും ബാധകമാണ്. എന്താ മുജാഹിദ് രണ്ടുപേരും നീക്കി, രണ്ടുപേരും ചെന്നിരുന്ന് വിലക്ക് നീക്കി. ഞാൻ പറയുന്നത് ഈ വഷളായ കാര്യത്തിന് നമ്മള് എന്തിനാ സാക്ഷിയാകുന്നത്? ഒന്നിനെ അവരെ എക്സിക്യൂട്ടീവിലെങ്കിലും കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ദുരന്തമാണ്, അനിവാര്യ ദുരന്തം. അന്യായമായി അന്യന് നേരെ ആദർശ വ്യതിയാനവും അധർമ്മവും ആരോപിച്ചവനിലേക്ക് ആരോപണങ്ങൾ തിരിച്ചെത്തുമെന്ന പ്രവാചക വചനത്തിന്റെ നേർക്കാഴ്ച. ആദർശത്തിന്റെ പ്രാധാന്യം അതിനങ്ങനെ തെറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ വേഷഭൂഷാദികളോടൊന്നും ഒരു കാര്യമില്ല. ഈ ആദർശം പോയാൽ നമ്മുടെ കാറ്റ് പോയി. ആ ആദർശത്തിലേക്കുള്ള ഒരു പിന്നോട്ടുള്ള ഒരു പിടിച്ചു വലി ഈ അടുത്ത കാലത്തായിട്ട് ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. അതിനെ സംബന്ധിച്ച് ഒന്നും പറയണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. നമുക്കതിന് സാധിക്കൂലല്ലോ. പൊരുത്തപ്പെടുമോ നമ്മുടെ മുൻഗാമികള്, കഴിഞ്ഞുപോയ പണ്ഡിതന്മാര്, നമ്മുടെ മാതാപിതാക്കള് നമുക്ക് പൊരുത്തപ്പെട്ടു? എന്താണ് നീ മിണ്ടാതിരുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഞങ്ങൾ കെട്ടിപ്പടുത്ത ആദർശം നിങ്ങളുടെ കരങ്ങളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചുപോയതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ മൗനം അവലംബിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും സഹോദരങ്ങളെ? അപ്പൊ ഈ ആദർശമാണ് മുജാഹിദ് പ്രസ്ഥാനം, സലഫികള് വെച്ചു പുലർത്തുന്ന മഹത്തായ ആദർശം സഹോദരങ്ങളെ. ഇതിനെതിരിൽ ഏതെങ്കിലുമൊക്കെ ദഈഫായ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ നോക്കുക. ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നമ്മളെ ഇന്ന് ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ മലക്കുകളോടും ജിന്നിനോടും തേടിയാൽ അതിന് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. എവിടേക്കായി പോകുന്നത്? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു തിരിച്ചുപോക്കോ? ഈ ഖുർആനിലെ ആയത്തുകൾ മുഴുവൻ കേട്ടാലും ഏതെങ്കിലും ഹദീസിന്റെ തുമ്പ് പിടിച്ചിട്ട് അത് പറഞ്ഞു വരച്ചിട്ട് ഹദീസ് നിഷേധികൾ നമ്മെ സംബന്ധിച്ച് പറയാ. ഇത് മിണ്ടാതിരിക്കാൻ പറ്റൂല. മുജാഹിദുകൾ ആവറേജ് ബുദ്ധിന്റെ മേലുള്ള ആൾക്കാരാ. അവരപ്പൊ തിരിച്ചു ചോദിക്കുക, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആ തിരിച്ചു ചോദിക്കേണ്ട ആൾക്കാർക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത രൂപത്തിൽ പല പാവപ്പെട്ട സഹോദരങ്ങളെയും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ സംഗതി സഹോദരങ്ങളെ. ഇല്ല സഹോദരങ്ങളെ, നിരാശപ്പെടാനായിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന പ്രമാണബദ്ധമായ അതിന്റെ ആദർശം നെഞ്ചേറ്റി ആ ആദർശം പ്രബോധനം ചെയ്ത് ആ ആദർശത്തിനു വേണ്ടി മുജാഹിദുകൾ ഇന്നും കർമ്മരംഗത്തുണ്ട്. മുജാഹിദുകളുടെ മേൽവിലാസം ഉപയോഗിച്ച് ചിലർ ആദർശത്തെ ചവിട്ടിമെതിക്കുകയും പൂർവ്വമഹത്തുക്കൾ ത്യാഗോജ്വലമായ പോരാട്ടത്തിലൂടെ കബറടക്കിയ വികല വിശ്വാസങ്ങളെ പുനരാനയിക്കുകയും ചെയ്തപ്പോൾ പ്രമാണങ്ങളുടെ ബലത്തിൽ ആദർശത്തിന് രക്ഷാകവചം തീർത്ത യഥാർത്ഥ മുജാഹിദുകളുടെ പ്രബോധന മുന്നേറ്റത്തിൽ കണ്ണിച്ചേരാനും കരുത്തു പകരാനുമുള്ള തിരിച്ചറിവാണ് ഇപ്പോഴുണ്ടാവേണ്ടത്. ഒരു പതിറ്റാണ്ട് പ്രായമായ നവയാഥാസ്ഥിതികയുടെ പുരപ്പുറത്തേറി നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന് വിളിച്ചു പറയുന്നതാണ് വൈകൃതം. അനാവശ്യമായ പൈശാചിക വിചാരങ്ങൾക്ക് പകരം അവിവേകങ്ങളും അബദ്ധങ്ങളും തിരുത്താൻ പടച്ചവൻ തന്ന അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ചിന്ത വളരട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.